ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് പാറ്റ്നയിൽ നിന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് തന്നെ നടത്തിയ വിധങ്ങളും അത്ഭുതകരമായ വിടുതലിൻ്റെ സാക്ഷ്യമാണ്. അത് കഴിഞ്ഞ് കർത്താവ് തന്നെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യോടന്തം ഈ സാക്ഷ്യം കേട്ടാൽ ഓരോ ദൈവമക്കൾക്കും അതൊരു ബലമായിത്തീരും, ആത്മീക സന്തോഷവും ഉത്തേജനവുമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ജിനേഷിനെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ് പാസ്റ്റേ. സന്തോഷമായിരിക്കുന്നല്ലോ? സന്തോഷമായിരിക്കും. ഓക്കെ പാസ്റ്റേ. കർത്താവ് നടത്തിയ ഒത്തിരി വിധങ്ങളും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ ജീവിതത്തിൽ കണ്ടറിഞ്ഞൊരു ദൈവദാസനാണല്ലോ. അത് എങ്ങനെ കർത്താവ് തന്നെ വിടുവിച്ചു, കർത്താവ് തന്നെ എങ്ങനെ ഇന്ന് നടത്തുന്നു, കർത്താവിൻ്റെ വേലയിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, എല്ലാം നമുക്ക് കേൾക്കാം. അതിനായിട്ടുള്ള സമയമാണ്. ആ ഒരു അവസരത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ അപ്പാ. ഞങ്ങളുടെ ദാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. അങ്ങ് ഹല്ലേലൂയ കർത്താവെ നടത്തിയ വിധങ്ങളും വഴികളുമൊക്കെ സംസാരിപ്പാൻ ദൈവദാസനെ ശക്തിപ്പെടുത്തിയാട്ട് കേൾവിക്കാർക്ക് ഹല്ലേലൂയ ഒരു അനുഗ്രഹമായി തീരട്ടെ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടട്ടെ കർത്താവെ. ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ പാസ്റ്റേ. പാസ്റ്റേ ബീഹാറിലാണെന്ന് പറഞ്ഞു. ബീഹാറിൽ എവിടെയാണ് ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. ബീഹാറില് ഞാൻ പാട്നയിലാണ് വർക്ക് ചെയ്യുന്നത്. ബീഹാറിൽ വന്നിട്ട് ഇപ്പം ഏകദേശം 11 വർഷമായി. അതിലെ ആരംഭത്തിലെ ഒരു 3 വർഷം ഏകദേശം 3.5 വർഷം ഞാൻ പാട്നയിലായിരുന്നു. വീണ്ടും ഒന്ന് ബീഹാറിലെ ഓൾമോസ്റ്റ് പല ജില്ലകളിൽ കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് തിരിച്ചു വന്നിട്ട് വീണ്ടും ഇപ്പം പാട്നയിൽ വന്നിട്ട് 4 വർഷമായി. അതിൽ ഇപ്പൊ 1 വർഷമായി ഈ ചർച്ചിന്റെ മിനിസ്ട്രി തുടങ്ങി. ഓക്കെ. പാട്നയുടെ ബീഹാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രാമങ്ങളിലൊക്കെ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളും എങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടിയെന്നുള്ളതും കർത്താവ് വലിയൊരു വിടുതൽ മനുഷ്യനാൽ സാധ്യം, ദൈവത്താൽ സാധ്യമാണെന്നൊക്കെയുള്ള പാസ്റ്ററിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനുള്ള സമയം ഇനി ഞാൻ നൽകി തരികയാണ്. ദേവദാസന് സാക്ഷ്യം തുടരാവുന്നതാണ്. ഓക്കെ പാസ്റ്റർ, താങ്ക് യു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവത്തിന്റെ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ ഈ നല്ല പകൽ കളിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമില് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി അവിടുത്തെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് അടിയന്റെ ജീവിതത്തിൽ നൽകി തന്ന ഈ ഒരു അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാട്ട് പാടാണെങ്കിൽ ആ പാട്ട് മുഴുവൻ പാടിയാലും തീരില്ല. കാരണം ആ പാട്ടിൽ പറയുന്ന പലതും ജീവിതത്തിൽ അനുഭവിച്ചതാണ്. ഒന്നേ പറയാനുള്ളൂ, യേശു എനിക്ക് ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ നന്ദി കൊണ്ട് എൻ്റെ മനം നിറഞ്ഞു കവിയുന്നു, വേറൊന്നുമില്ല. എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തിന്മ ചെയ്തെന്ന് വെച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. എല്ലാം നന്മയ്ക്കായിട്ടാണ്. റോമർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത നന്മയ്ക്കായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കാദ്യം ഒരു ഉറപ്പുണ്ടായാൽ മതി, ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടോ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, ദൈവം എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇന്നത്യാദി കാര്യങ്ങളെ കുറിച്ച് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ വരുന്ന ഒരു കാര്യത്തിൽ നമുക്ക് പരാതി ഉണ്ടാകത്തില്ല.
സോ ആ പാട്ട് എൻ്റെ ജീവിതത്തിന്റെ ഒരു രത്നച്ചുരുക്കമാണ്. ഒത്തിരി പാട്ടുകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര എന്നെ ബലപ്പെടുത്തിയ പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടായതുകൊണ്ട് ഞാൻ ആ നാലിലെയും പാടിയതാ. എനിവേ, ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ജിനേഷ് കെ ജെ എന്നാണ്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് കേരളത്തിലെ മലബാറിലാണ്, കണ്ണൂർ ജില്ലയിൽ. 10-25 വയസ്സോളം ഞാൻ മലബാറിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എറണാകുളം ജില്ലയിലും ഇപ്പോൾ നിലവിൽ താമസിക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ മല്ലപ്പള്ളി എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ എനിക്ക് മാതാവ്, പിതാവ്, 3 സഹോദരങ്ങളുണ്ട്. ഞങ്ങൾ 4 മക്കളിൽ ഏറ്റവും ഇളയ വ്യക്തിയാണ് ഞാൻ. എൻ്റെ മൂത്ത സഹോദരി കുടുംബസ്ഥയാണ്, അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, 3 ആൺകുഞ്ഞുങ്ങൾ. 2ാം സഹോദരി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു, തൃശ്ശൂർ ജില്ലയിൽ. അവർ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു, അവർക്ക് 3 പെൺകുഞ്ഞുങ്ങൾ. എൻ്റെ ജ്യേഷ്ഠൻ കർത്താവിന്റെ വേലയിലാണ്, അദ്ദേഹം മഹാരാഷ്ട്രയിലെ മുംബൈയിലായിരിക്കുന്നു. അദ്ദേഹത്തിനും 2 കുഞ്ഞുങ്ങൾ, ഒരു ആണും ഒരു പെണ്ണ്. ഏറ്റവും ഇളയ വ്യക്തിയാണ് ഞാൻ നിലവിൽ ബാച്ചിലറാണ്. കർത്താവിന്റെ കൃപയാല് എൻ്റെ പഠന കാലയളവിന്റെ അവസാനത്തോടു കൂടി, അല്ലെങ്കിൽ +2 പഠനത്തിന്റെ അവസാനത്തോടു കൂടി ഞാൻ ഒരു ജോലിക്ക് കടന്നു പോകാൻ വേണ്ടി ദൈവം എനിക്കൊരു അവസരം തന്നു. യേശുവിനെ അറിഞ്ഞത് എപ്പോഴെന്ന് ചോദിച്ചാൽ, ഞാൻ വളർന്നത് പെന്തക്കോസ്ത് കുടുംബത്തിലാണ്. എൻ്റെ മാതാപിതാക്കൾ റോമൻ കാത്തലിക് കുടുംബത്തിലായിരുന്നു. അവർ യേശുവിനെ അറിയുന്നത് ഞാൻ ജനിച്ച് 1 വയസ്സ് അതോ 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ അവർ യേശുവിനെ സ്വീകരിച്ചു. യേശുവിന്റെ പാത പിൻപറ്റി സത്യദൈവത്തെ അറിഞ്ഞതിന് മൂലം അവരവരുടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ റോമൻ കാത്തലിക് ചട്ടകെട്ടുകളെല്ലാം വിട്ടെറിഞ്ഞ് അപ്പന്റെ കുടുംബത്തിൽ നിന്ന് അപ്പൻ മാത്രം, അമ്മയുടെ കുടുംബത്തിൽ അമ്മയും അമ്മയുടെ ഒരു സഹോദരിയും അമ്മയുടെ അമ്മയും വല്യമ്മച്ചി, അവർ ഇത്രയും പേര് വിശ്വാസത്തിലേക്ക് വന്നു. ദൈവകൃപയാൽ ഇന്ന് വരെ അവർ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കും. വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളുടെ മാതാപിതാക്കള്, പ്രത്യേക മാതാവ്, ഞങ്ങളെ പത്യോപദേശത്തിൽ വളരുവാൻ എന്തെല്ലാം സാഹചര്യം വന്നാലും പത്യോപദേശത്തിൽ ഒരു കോംപ്രമൈസിന് തയ്യാറല്ലായിരുന്നു. അതിൽ തന്നെ വളരെ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ഞങ്ങൾക്ക് അതിനുള്ള ഉപദേശങ്ങൾ ഞങ്ങളെ വളർത്തി. അതാണ് ഞങ്ങളുടെ പെന്തക്കോസ്ത് അനുഭവം എന്ന് ചോദിച്ചാൽ. മുൻ തലമുറകളിലെങ്കിലും എൻ്റെ ചെറുപ്പം മുതൽ കർത്താവിനെ അറിഞ്ഞ് ഞങ്ങൾ വന്നതാണ്. ഞാൻ പറഞ്ഞിട്ട്, ഞാൻ സ്കൂളിൽ പഠനം കഴിഞ്ഞ് ആ സമയത്ത് ഞങ്ങൾ വളർന്നു വന്ന പശ്ചാത്തലം, വിശ്വാസ ജീവിതത്തിൽ വന്ന കാലം മുതൽ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങളുടെ കുടുംബം ഒരു മിഡിൽ ക്ലാസ്സിനും താഴെ ഒരു അവസ്ഥയിലായിരുന്നു സാമ്പത്തികമായിട്ട്. സോ അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെ എൻ്റെ അമ്മ ഇപ്പൊ എൻ്റെ കൂടെ ബീഹാറിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അതിന് ദൈവത്തെ പരാതി പറയില്ല, എൻ്റെ മാതാപിതാക്കളെ പരാതി പറയില്ല, ആരെയും പരാതി പറയില്ല. ഒറ്റയൊന്നേ ഉള്ളൂ, ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ വളർന്നുകൊണ്ടാണ് ഇന്ന് കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും ഓർക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ റോമാലേഖനം 8:28 മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉദ്ധരിക്കും. എൻ്റെ ജീവിതത്തിന്റെ ഒരു ആണിക്കല്ലാണ് ആ വചനം. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, അത് പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ അവൻ നമ്മെക്കുറിച്ച് എല്ലാ പ്ലാനും ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ജനിക്കേണ്ടത് ഏത് കുടുംബത്തിലാണെങ്കിൽ, ഏത് സാഹചര്യത്തിലും വളർന്നു വരുന്നില്ല ദൈവത്തിനറിയാം. ആ തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് ആരോടും പരാതിയില്ല. നമ്മുടെ മാതാപിതാക്കളോടില്ല, തലമുറയില്ല. മക്കളെ ഞങ്ങൾക്ക് വേണ്ടി എന്താ അധ്വാനിച്ച, ഞങ്ങൾക്ക് വേണ്ടി എന്താ കരുതി എന്ന ചോദ്യം മാതാപിതാക്കളോട് ചോദിക്കാനുള്ള റൈറ്റ് മക്കൾക്കില്ല. മെയിൻ കാരണം അവരിലല്ല ദൈവം എൻ്റെ നിന്റെയൊക്കെ ജീവിതത്തെ കുറിച്ചുള്ള പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. മാതാപിതാക്കൾ അതിന്റെ മുഖാന്തരം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ ഒരു മിഡിൽ ക്ലാസ്സിന്റെ താഴെയുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് തന്നെ ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ പല സാഹചര്യങ്ങളും കൊണ്ട് വിശപ്പ് എന്താണെന്ന് നന്നായിട്ട് അറിയാം, ബുദ്ധിമുട്ട് എന്താണെന്ന് നന്നായിട്ട് അറിയാം. അറിഞ്ഞു വളർന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അധ്വാനിച്ച് പണം സമ്പാദിക്കാം. കാരണം ഞാൻ പറഞ്ഞു, മാതാപിതാക്കൾ തന്ന പത്യോപദേശം വെച്ചിട്ട് കക്കാനും പിടിച്ചു പറിക്കാനും ഒന്നിനും പോകാൻ പാടില്ല. അപ്പൊ അധ്വാനിക്കണം, നന്നായിട്ട് അധ്വാനിച്ച് എങ്ങനെ അധ്വാനിച്ച് 10 കാശുണ്ടാക്കണം, നല്ലൊരു കുടുംബം, ഒരു പശ്ചാത്തലം സാമ്പത്തികമായിട്ട് നല്ലൊരു ഭദ്രത വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പഠിച്ച് ഒത്തിരി മുമ്പോട്ട് പോകാനല്ല ആഗ്രഹിച്ച്, പഠനത്തോടൊപ്പം അല്ലെങ്കിൽ പഠനം നിർത്തിയിട്ടായാലും ജോലി ചെയ്യണം. 13ാമത്തെ വയസ്സിൽ തൂമ്പാപ്പണി എടുക്കാൻ തുടങ്ങി. നാട്ടിലെ എല്ലാ വക പരിപാടികളും പണികളും അറിയാം. സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ ഉളിക്കൽ പഞ്ചായത്തിൽ ഞങ്ങൾ താമസിക്കുന്ന വട്ടിയാന്തോടിലെ അന്നത്തെ ചെറുപ്പത്തെ കാലത്തില് എനിക്കും എൻ്റെ ചേട്ടനോ ഒരു ദിവസം സ്കൂളിൽ അവധി ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കേണ്ട, തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ അയലക്കാർ വിളിക്കും, മോനെ ഫ്രീ ആണെങ്കിൽ വാ പണിക്ക് വരാന്ന്. അതിപ്പോ 8 അല്ല 8:30 ആയാലും അവർക്ക് വിഷയമില്ല. കാരണം ഞങ്ങൾ സമയത്തല്ല കയറുന്നത്, പണി തീർത്തിട്ടേ കയറുള്ളൂ. അതുകൊണ്ട് പണിക്കുന്ന ഒരു പഞ്ഞമില്ലായിരുന്നു, നല്ല രീതിയിൽ വളർന്നു. ആ നാട്ടിലും ഞങ്ങൾക്ക് ഒരു പേരുദോഷം ഉണ്ടായിരുന്നില്ല. അതിന്റെ ഗുണമാണ്, മാതാപിതാക്കൾ വളർത്തതിന്റെ ഗുണമാണ്. എനിവേ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വളർന്നു വന്ന് പണികളെല്ലാം പഠിച്ചു വന്നെങ്കിലും അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്. ഇന്നും ദൈവകൃപയുള്ള ആരോഗ്യത്തിന് അധ്വാനിക്കുന്നതിന് ഒരു മടിയില്ല. പക്ഷെ ഒരു ജോലിയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണെന്ന് കരുതിക്കൊണ്ട് പഠനത്തിന്റെ അവസാനത്തിന് ഞാൻ 2004 ഞാൻ റെയിൽവേയിൽ ജോലിക്ക് വേണ്ടി കടന്നുപോയി. 2004 2005
ഒരു 5 ലാസ്റ്റ് 6 ഞാൻ കടന്നുപോയി. ഇന്ത്യൻ റെയിൽവേയിൽ IRCTC അന്ന് അത് ഏജന്റ് മുഖേന നമുക്ക് ആ ജോലി കിട്ടിയതാണ്. അതിനൊത്തിരി ചതി ഉണ്ടായിരുന്നു, പല വാഗ്ദാനങ്ങൾ കിട്ടിയാണ് ഞാൻ പോയത്. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, ഞാൻ 8-9 മാസം അവിടെ പണിയെടുത്തിട്ടും പ്രോപ്പറായിട്ട് ഞാൻ അധ്വാനിക്കുന്നതിന്റെ കൂലി പോലും തരാതെ ഇന്നും എനിക്ക് പൈസ ലഭിക്കാനുണ്ട് അവിടെ. അതെനിക്ക് വല്ലാതെ പഠിപ്പിച്ചു. അവസാനം ഒടുവിൽ ഞാൻ ആ ജോലി വിട്ടു. ജോലി വിട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറച്ച് ദിവസങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ട്രൈ ചെയ്തു. എറണാകുളം ജില്ലയിൽ ആലുവയിലുള്ള കിറ്റക്സ് കമ്പനിയിൽ, കിറ്റക്സ് ഗാർമെന്റ്സിൽ ഞാൻ 1 വർഷം ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്യാൻ ചെല്ലുമ്പോൾ എനിക്ക് അവിടുത്തെ ഇന്റർവ്യൂ കഴിഞ്ഞു, നല്ല രീതിയിൽ ജോലി ചെയ്തു. ജോലിയുടെ അതിനോടുള്ള നമ്മുടെ ഹാർഡ് വർക്കിന് ഇതനുസരിച്ച് അവിടെ ഗ്രേഡാണ്. ആ ഗ്രേഡിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ഞങ്ങളുടെ 6 പേര് ഞങ്ങളുടെ ബാച്ചിൽ അവിടെ ഫോൾഡിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്തു. അത്യാവശ്യം നല്ല ശമ്പളവും കിട്ടി. അവിടെ 2008, 2009 ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന സമയത്ത്, 2007, 2008 ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായ ശ്വാസമുട്ടലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഹോസ്പിറ്റലിൽ ചെന്ന് ECG ഒക്കെ എടുക്കുമ്പോൾ അറിയുന്ന ഗാർമെന്റ്സ് തുണിയുടെ പൊടികൾ അടിച്ച് ഭയങ്കരമായിട്ട് ശ്വാസകോശത്തിന് എനിക്ക് കംപ്ലൈന്റ് ആയി. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ തുടരാൻ പറ്റില്ല. അങ്ങനെ ആ ജോലി അവിടുന്ന് റിസൈൻ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതുമില്ല ഇതുമില്ല, പഠനം വിട്ട് 2 വർഷമാകുന്നു. പിന്നെ മുമ്പോട്ട് പഠിക്കണമോ അതോ എന്താ ചെയ്യേണ്ട ആ കൺഫ്യൂഷനായി. പലരുടെ എന്താ പറയണ്ടേ അഗുവായി, പലരുടെ ഉപദേശം എടുത്ത് ഞാൻ മെല്ലെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനുള്ള ഒരു തീരുമാനത്തിൽ അതിനുള്ള വഴികളെല്ലാം ഒരുങ്ങി വന്നു. ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റിൽ ഞാൻ സർവിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുത്തുകൊണ്ട് ഞാൻ അതിന് പഠിക്കാൻ കടന്നുപോയി. അത്യാവശ്യം ലോണൊക്കെ ഉണ്ടായിരുന്നു. ലോണൊക്കെ എടുത്ത് അത് പഠിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മഞ്ചേരിയിലാണ്. അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈം ജോലി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാർട്ട് ടൈം ജോലി, ആ പഠനം അവിടെ നിന്ന് ദൈവകൃപയാൽ അവിടെയും നല്ല രീതിയിൽ പഠിച്ചു. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നല്ല ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ട് അവിടെ നിൽക്കുന്ന സമയം ഞാനൊരു പറഞ്ഞ മലപ്പുറത്തായിരുന്നു, മുസ്ലിങ്ങളുടെ നാടാണ്. അവിടെ ഞങ്ങൾക്ക് വെക്കേഷൻ വന്നപ്പം വലിയ പെരുന്നാളിന്റെ വെക്കേഷന് വേണ്ടിയിട്ട് ഞാൻ നേരെ നാട്ടിലേക്ക് പോയി. 2008 ഡിസംബറിനോട് അവിടെ വലിയ പെരുന്നാളിന്റെ വെക്കേഷൻ നാട്ടിൽ വന്നു. എന്റെ ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ആ സമയം വരെ പല ഉപവാസ പ്രാർത്ഥനകളും പല സ്ഥലങ്ങളിലും എന്നോട് ദൈവീയ ആലോചന കേട്ടിട്ടുണ്ട്. ഞാൻ കർത്താവിന്റെ വേലയ്ക്കുള്ള, ഞാനതിൽ എതിർത്തിട്ടൊന്നുമില്ല. സുവിശേഷ വേല ഞാൻ ചെയ്യും. ഒരു ദിവസം ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങും, അത്രേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ 2008 ഡിസംബറിലെ ആ സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പം എൻ്റെ ഉള്ളില് എന്നോട് ദൈവാത്മാവ് പറയുന്നതിനല്ല, അവിടെ വന്ന കിഴിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പൗലോസ് പാസ്റ്റർ വന്നിട്ട് എന്നോട് ഒരു ആലോചന പറയാണ്, നീ ഇപ്പൊ ഉള്ള മേഖല നിനക്ക് ശാശ്വതമല്ല, നീ കർത്താവിന്റെ വേലയ്ക്കുള്ളവനാ, നിന്റെ ദൈവം കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നതാണ്. എന്നിട്ട് അദ്ദേഹം കുറെ എന്റെ ഫ്യൂച്ചറിലുള്ള എന്റെ മിനിസ്ട്രിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. കേട്ടപ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് വഴിയിൽ ഇറക്കി കൊണ്ടിട്ട് ആ ചർച്ചിന്റെ മുറ്റത്ത് വന്നുകൊണ്ട് ആ റോഡ് സൈഡ് ചർച്ചിന്റെ ഒരു 4 ബിൽഡിങ്ങിനപ്പുറം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ലൈൻ ബിൽഡിങ്ങാണ്, അത് കാണിച്ചുകൊണ്ട് പറഞ്ഞു ദേവദാസൻ പറഞ്ഞ ആലോചനയൊക്കെ നല്ലത്. ഞാൻ താമസിക്കുന്ന ആ വാടക വീട്ടിലാണ്. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളവനാണ്. മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അവർ പ്രായമായി വരുക, എന്റെ മേലെ എന്റെ ഉത്തരവാദിത്തമാണ്. അതെല്ലാം കഴിഞ്ഞിട്ടല്ലാതെ ദേവദാസൻ പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് സുവിശേഷങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ആ ദേവദാസൻ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ ദൈവാത്മാവ് എന്നോട് പറയാൻ ഞാൻ പറഞ്ഞു, മോന്റെ ഇഷ്ടം പോലെ സമയമാകുമ്പോൾ ദൈവം അത് വേണ്ട പോലെ ചെയ്യും. അദ്ദേഹം കടന്നുപോയി. ഞാൻ തിരിച്ച് ഹോട്ടൽ മാനേജിന് അവിടെ വന്നു. പക്ഷെ പെട്ടെന്ന് ആ സമയം മുതൽ ഇത് 2008 ഡിസംബർ തൊട്ട് പിന്നീടുള്ള ഒരു 3-4 മാസം പല വിഷയങ്ങൾ എന്റെ ലൈഫിലുണ്ടായി. പക്ഷെ ഞാൻ അതിനൊക്കെ തട്ടിവിട്ടു. ഞാനതിന് വലിയ കോൺസെൻട്രേറ്റ് ചെയ്തില്ല, എന്നെ അത് ബാധിച്ചില്ല. പക്ഷെ 2009 മാർച്ച് മാസം ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന എന്റെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റഡി ലീവാണ്. പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള സമയം സ്റ്റഡി ലീവിന്റെ സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് രാത്രി ഞങ്ങൾ 12 മണി ഡ്യൂട്ടി ഉണ്ട് ഹോട്ടലിൽ, വന്ന് കിടന്നുറങ്ങി. ക്ഷീണിതനാണ്, എല്ലാവരും വന്ന് കിടന്നുറങ്ങി. പെട്ടെന്ന് എന്റെ റൂമിൽ എന്നെ ആരും വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കൂട്ടുകാർ തമ്മിൽ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ ആദ്യം ഉറങ്ങിയവനെ പോയി കൂട്ടുകാർ വിളിച്ചെഴുന്നേൽപ്പിക്കും. അതേ ബേസിൽ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിക്കാനാണ് കരുതിയത്. 2-3 തവണ നടന്നു, ആരുമില്ല. എനിക്ക് പക്ഷെ ആരാന്നറിയില്ല. ഞാൻ അവിടെ ഇരുന്ന് ഉറക്കം വരാതെ വന്നപ്പോൾ പൊതുവെ ഞാൻ പറഞ്ഞല്ലോ, മാതാപിതാക്കൾ തന്ന ഉപദേശത്തിന്റെ ഗുണമായിട്ട് എവിടെ പോയാലും, റെയിൽവേയിൽ പോയിക്കോട്ടെ, ക്രിക്കറ്റ്സിൽ പോയി എവിടെ പോയാലും പ്രാർത്ഥിച്ചിട്ട് കിടക്കാറുള്ളൂ, ബൈബിൾ വായിച്ചിട്ട് കിടക്കാറുള്ളൂ. ബൈബിൾ കയ്യിലുണ്ടാവും എപ്പോഴും. ഞാൻ തലക്കിൽ നിന്ന് ബൈബിൾ എടുത്ത് വായിക്കാന്നുള്ള കണ്ടീഷനിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കിടക്കാന്നുള്ള കിടന്നപ്പം പെട്ടെന്ന് ആ ഇരുട്ടില് 2 വാക്യങ്ങൾ എന്റെ കൺമുമ്പിൽ തെളിഞ്ഞു കണ്ടു. ഞാൻ ആ വാക്യം എടുത്ത് ബൈബിൾ എടുത്ത വാക്യം വായിക്കും. എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച്. എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുഷ്യമായി നമ്മൾ ചിന്തിക്കുന്ന പോലല്ല, ദൈവത്തിനൊരു സമയത്ത് ഒരു വ്യക്തിയോട് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നറിയാം. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ദൈവദാസന്മാർ ആലോചന എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ദൈവസ്ഥയിൽ ഒരു തീരുമാനമെടുത്തു. ഇത്രയും എടുത്തു, കർത്താവേ നിന്റെ വേലയ്ക്ക് ഞാൻ ഇറങ്ങണമെന്നുള്ളത് നിന്റെ ഹിതമാണ്, അത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ എന്നോട് നേരിട്ട് പറയണം. പ്രവാചകന്മാരിൽ വിശ്വാസമില്ലാണ്ടല്ല, ദൈവദാസന്മാരോട് പരാതി ഉണ്ടായിട്ടല്ല,
പക്ഷെ ദൈവശബ്ദം ഞാൻ നേരിട്ട് കേട്ടാൽ അന്ന് വേലയ്ക്ക് ഇറങ്ങും. അത് പല മാർഗമുണ്ട്. ദൈവത്തിന് എൻ്റെ അടുക്കൽ നേരിട്ട് ഇറങ്ങി വരാം. ദൈവവചനത്തിലൂടെ എന്നോട് സംസാരിക്കാം, സ്വപ്നത്തിലൂടെ എന്നോട് സംസാരിക്കാം, ദർശനത്തിലൂടെ. ഈ വാട്ട് എവർ മേ ബി എന്നോട് ഡയറക്റ്റ് ഒരു ദൈവമായിട്ടൊരു ഒരു മിലാക്ക ഒരു സമ്പർക്കം ഉണ്ടായിട്ടല്ലാതെ ഞാൻ ഒരു കാരണവശാലും ഇറങ്ങില്ല എന്നൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അന്ന് രാത്രി ദൈവാത്മാവ് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഞാൻ എഴുന്നേറ്റു. ഒരു വാക്യം ദൈവത്തിന്റെ ആത്മാവിനെ ഇടപെട്ടു. ഞാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാമായിരിക്കും, എൻ്റെ ബൈബിളിൽ ഞാൻ അന്ന് അത് അടയാളപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ ബൈബിളാണ്. ആ ബൈബിളിൽ ഇന്നും എൻ്റെ ആ വാക്യങ്ങൾ ഞാൻ ആ വാക്യം നിങ്ങൾക്ക് കൊണ്ട് വായിക്കാം. യെശയ്യാപ്രവചനം 48-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, നീ എന്നോട് സംസാരിക്കണം എൻ്റെ ആവശ്യം. ഞാനത് പറഞ്ഞ് മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ ആകാറായി. ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് ഇടപെടാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അത് പറഞ്ഞാൽ എന്നോട് പറയുന്നവൻ ആരാണെന്ന് വ്യക്തമായി എന്നോട് പറഞ്ഞു തന്നിട്ടാണ് എന്നോട് അടുത്ത ആലോചന പറയുന്നത്. ഇങ്ങനെ പറയുന്നു, പരിശുദ്ധമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. എനിക്ക് എന്നോട് സംസാരിക്കുന്ന ആരാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, വ്യക്തമായ ഇത് കിട്ടി. അടുത്ത എന്നോടുള്ള ആലോചന 18, 19. അയ്യോ, നീ എന്റെ കൽപ്പനകളെ കേട്ട് അനുസരിച്ചെങ്കിലും കൊള്ളാമായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. നിന്റെ സന്തതി മണൽ പോലെയും നിന്റെ ഗർഭഫലം മണൽത്തരി പോലെയും ആകുമായിരുന്നു. നിന്റെ പേര് എന്റെ മുമ്പിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്യുകയില്ലായിരുന്നു. ആ 19-ാം വാക്യമാണ് എന്നെ വല്ലാതെ ശ്രമിക്കുന്നതിന്റെ അവസാന ഭാഗം. എന്നാൽ നിന്റെ പേര് എന്റെ മുമ്പിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്യുകയില്ലായിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിച്ചു. എനിക്കിതിന്റെ പശ്ചാത്തലമൊന്നും അറിയത്തില്ല, ഞാൻ ബൈബിളിൽ പോയ ആളൊന്നുമില്ല. പക്ഷെ ഈ വാക്യത്തിന് എനിക്കൊരു പേടി എൻ്റെ ഉള്ളിൽ തട്ടി. അവൻ ദൈവത്തിന്റെ കൽപ്പന കേട്ട് അനുസരിച്ചാലുള്ള അതിന്റെ അനുഗ്രഹവും മറുതലിച്ചാലുണ്ടാകുന്ന എന്റെ പേര് ദൈവത്തില്ല. അപ്പൊ ഞാൻ ഓർത്ത് കർത്താവിക്കാൻ നിന്നോട് ഒരു എതിർപ്പും കാണിച്ചിട്ടില്ല. ഞാൻ ഹോട്ടൽ മാനേജ് പഠിച്ചാൽ പോയ ആ സമയത്തായിക്കോട്ടെ, റെയിൽവേയിൽ ജോലി ചെയ്യുന്നതായിട്ട് റെയിൽവേയിൽ ജോലി ചെയ്ത് ഞാൻ 3 ട്രെയിനിലാണ് ഞാൻ ചെയ്തത്. നേത്രാവതി, ട്രിവാൻഡ്രം സെൻട്രലിലേക്ക് ഇടുന്ന നേത്രാവതി, തിരുവനന്തപുരം ടു കുർള എക്സ്പ്രസ് ആണ് നേത്രാവതിയിലാണ്. 3 വഴി ഗോവയിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല മദ്യം ചുളു വിലയിൽ കിട്ടും. എന്റെ കൂടെ ഉള്ളവരെല്ലാം അത് മേടിച്ച്, ട്രെയിനിന്റെ അകത്തുള്ള സ്റ്റാഫ് അവർ തന്നെ മേടിച്ച് അതിന്റെ അകത്ത് അത് നല്ല ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നവരാണ്, സിഗരറ്റ് വിൽക്കുന്നവരാ, എല്ലാം ചെയ്യും. ഞാൻ ഇതിനെ എതിർത്ത 10 പൈസ ഞാൻ ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വെള്ളം വിറ്റും അടുത്ത ഭക്ഷണം വിറ്റല്ലാതെ ഞാൻ 10 പൈസ അതിനകത്ത് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഏത് മേഖല ചെന്നാലും എന്നെ കുടിപ്പിക്കാൻ എന്റെ കൂട്ടുകാരെ നോക്കിയാലും ഞാൻ അതിന് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് ഇന്ന് വരെ ഇതൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ എന്തെല്ലാം ചെയ്താലും ദൈവത്തിന്റെ വചനം എന്നോട് പറയും, നീ എന്റെ കൽപ്പന കേട്ട് അനുസരിച്ചില്ലെങ്കിൽ നിന്റെ പേരെന്റെ ശരി ഛേദിക്കപ്പെടും. കർത്താവ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അപ്പൊ ഒറ്റ കുഴപ്പമുള്ളൂ, ഞാൻ നിന്നോട് പല രീതിയിൽ ആലോചന പറഞ്ഞ് നീ കേട്ടില്ല. ഞാൻ ആ രാത്രിയിൽ എന്നെ അവിടെ ദൈവത്തിന് സമർപ്പിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ വചനം നീ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏത് മേഖലയിൽ ഞാൻ ജോലി ചെയ്താൽ അവിടെ വിട്ടിറങ്ങുന്നതാണ്. ഇന്ന് രാത്രി ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജോബ് വിട്ട് നിന്റെ വേലക്കിറങ്ങാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്ത് ചെയ്യണം? രാത്രിയിൽ അവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എന്നെ അടുത്തൊരു വാക്യം കൂടെ അതേ ഇരുളിൽ എനിക്ക് എഴുതി കാണിച്ചു. എന്റെ മുമ്പിൽ. എനിക്ക് ബൈബിളിനെ കുറിച്ചൊന്നും അങ്ങനെ വലിയ വായിക്കുന്നുള്ളതല്ലാതെ കാണാപ്പാടം പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ യെശയ്യാപ്രവചനം 49-ാം അധ്യായം 6-ാം വാക്യം എന്ന് പറഞ്ഞാൽ ആ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കണം, എനിക്ക് അറിയണമെങ്കിൽ. ആ വാക്യം ഇങ്ങനെയായിരുന്നു, നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ, എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടത് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചുമിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്തു. എന്നോട് അരുളി ചെയ്തവൻ ആരാണെന്നും അവൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായി പറഞ്ഞു. ജാതികളുടെ ഇടയിൽ നീ ഇനി എന്തു വരണ്ട, ഇസ്രായേലിന്റെ ഗോത്രങ്ങൾ എഴുന്നേൽപ്പിക്കേണ്ടതിന് ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിന് എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ, പിന്നെ എന്തോ ചെയ്യണം? ഞാൻ എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു, ഞാൻ നിന്നെ ജാതികളിൽ പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. ഈ ഒരൊറ്റ വചനം കേട്ട് അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി എന്റെ ജീവനുള്ള കാലം ഞാൻ ഉലകത്തിലെ ഒന്നിന്റെ പുറകെ പോകില്ല, കർത്താവിന്റെ വേലക്കറി ഞാൻ തീരുമാനിച്ചു. എന്റെ ഫൈനൽ തീരുമാനം എടുത്തു. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റിന്റെ പഠനം അവിടെ കൊണ്ട് അവസാനിച്ചു. മറ്റും എക്സാമിന് മറ്റൊന്നിനും പോകുന്നില്ല. പാർട്ട് ടൈം ജോബിന് പോലും പോകാതെ ഞാൻ വീട്ടിൽ ഇരുന്നു. 2 ദിവസമായപ്പോൾ എനിക്ക് കോളേജിൽ നിന്നും ഹോട്ടലിൽ നിന്നും എനിക്ക് കോളുകൾ വന്നു. ഞാൻ പറഞ്ഞു ഇന്ന കാരണം. അപ്പൊ ഹോട്ടലുകാർ പറഞ്ഞു, ഒരാഴ്ച കൂടി ഇവിടെ നീ വർക്ക് ചെയ്യണം, നിനക്ക് ഒരാളെ എടുത്തിട്ട് നിനക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ മാസം സപ്പോർട്ട് സാലറി തരത്തില്ല. അങ്ങനെ ഞാൻ ഒരാഴ്ച കൊണ്ടോട് വർക്ക് ചെയ്ത് ഞാൻ വീട്ടിൽ പോന്നു. എനിക്ക് ഒത്തിരി കോളും പല ആൾക്കാരും വന്നത്, ആ പഠിച്ച കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത എക്സാം എഴുതി നിനക്ക് അതിൽ നല്ലൊരു ഉന്നത ഭാവിയുണ്ട്, അങ്ങനെയെങ്കിലും. ഞാൻ പറഞ്ഞു, നോ നെവർ, അത് ഞാൻ ചെയ്യില്ല. എനിക്കറിയില്ല, എന്റെ അന്നേരത്തെ ആ പിടിവാശിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇനി അത് മുമ്പോട്ട് പോകത്തില്ല, ഞാൻ കർത്താവിന്റെ വേലയ്ക്കാം. ഒത്തിരി ചോദ്യങ്ങളുണ്ടായി. എന്റെ സഭയിലെ പാസ്റ്ററിൽ നിന്ന് എനിക്ക് ഒത്തിരി തിക്ത അനുഭവങ്ങളുണ്ടായി. ഒറ്റയൊന്നുള്ളൂ, ഞാൻ എല്ലാം വിട്ടിറങ്ങി വേലയ്ക്ക് ഇറങ്ങും. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന് സത്യം പറയാനോ, പെട്ടെന്നൊക്കെ നമ്മളൊരു നല്ല ഇതിലിരിക്കുമ്പോൾ നമ്മുടെ സഭാ ശുശ്രൂഷകരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരെ, കുടുംബക്കാരായിക്കോട്ടെ, നമ്മളൊരു സാമ്പത്തികമായ ഒരു നല്ല ഭദ്രതയിൽ നിൽക്കുന്ന സമയത്ത് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വേലയ്ക്ക് ഇറങ്ങിയാൽ പ്രതീക്ഷിക്കരുത് എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നു. അതൊക്കെ വെറുതെ.
കാരണന്മാര് പറയാറുണ്ട്, മാങ്ങയുടെ അണ്ടിയോട് അടിക്കണം, ആ മാങ്ങയുടെ യഥാർത്ഥ പുളി എന്താണെന്ന് അറിയണമെങ്കിൽ. നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് പല ബന്ധങ്ങളുടെ അടുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു കാര്യം പറയാം, ഏതിനു വേണ്ടിയാണോ ഞാൻ നിങ്ങൾ തീരുമാനം എടുക്കുന്നത്, ആ കാര്യത്തിലാണ് നമ്മുടെ റിസൾട്ട് ഇരിക്കുന്നത്. ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നെങ്കിൽ ഉലകം മുഴുവൻ നമുക്കെതിരെ വന്നാലും സ്വർഗം നമ്മുടെ കൂടെയായിരിക്കും. ഞാൻ ആ തീരുമാനം എടുത്തു, വീട്ടിൽ വന്ന് നിന്നു, 1 മാസം നിന്നു. ചോദ്യങ്ങൾ മുഴുവൻ കേൾക്കുമ്പോൾ ഞാൻ നുണ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ സ്റ്റഡി ലീവാണ്. അത് നുണയല്ല, സത്യമാണ്. പക്ഷെ ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു സ്റ്റഡി ലീവാണ്, അതിൽ വന്നു. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, അടുത്ത അധ്യയന വർഷം ബൈബിൾ കോളേജിൽ എവിടെയെങ്കിലും ചേരണമെങ്കിൽ എനിക്ക് അറിയില്ല, പോകാനുള്ള പൈസയില്ല, ഒന്നുമില്ല. ഞാൻ വീണ്ടും മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള വഴിക്കടവിനടുത്തുള്ള ഒരു ഹോട്ടലുണ്ട്, മഹനാർ എന്ന് പറഞ്ഞ്. ആ ഹോട്ടലിൽ മിനാർ, അവിടെ ഞാൻ ജോലി ചെയ്തു. 1 മാസം ജോലി ചെയ്ത് ഒരു 10,000 രൂപയും കൊണ്ട് വന്ന് തിരിച്ചു വന്ന് ഞാൻ ബൈബിൾ കോളേജിൽ പോകാൻ എന്നെ ദേവദാസന്മാർ സഹായിച്ചു. പാലക്കാട് ശാലയം ബൈബിൾ കോളേജിൽ ഞാൻ പോയി പഠിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഒരു ദിവസം പോലും അഡ്മിറ്റ് ആയിട്ട് ഒരു അസുഖം എനിക്ക് വന്നിട്ടില്ല. പനി ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും താൽക്കാലികമായിരുന്നു. പക്ഷെ ഞാൻ ബൈബിൾ കോളേജിൽ ചെന്ന് എന്റെ ജന്മദിന ദിവസത്തിൽ ഞാൻ കോളേജിൽ ചെന്ന് ചേരുന്നു. ആദ്യത്തെ 7 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിവസം 5-ാം ദിവസം മറ്റേ ഒരു ദൈവദാസൻ പ്രസംഗിക്കുമ്പം എലീശയെ കുറിച്ച് പ്രസംഗിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എലീശ വേലയ്ക്ക് ഇറങ്ങുമ്പം തനിക്കുണ്ടായിരുന്ന കാളകളെയും കോപ്പുകളെയും വെട്ടി നുറുക്കി അതിനെ വേവിച്ചിറങ്ങി. എന്തുകൊണ്ടാണെന്നറിയാവോ? അത് അവന്റെ കയ്യിലിരുന്നാൽ ഒരുപക്ഷെ അവന് മടങ്ങിപ്പോയി ഉഴുതുമറിക്കാൻ തോന്നും. അതുകൊണ്ട് നീ നിന്ന മേഖലയിലെ നിന്റെ കയ്യിലുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റും നിന്റെ കയ്യിൽ നിനക്ക് വേണമെന്ന് വിചാരിച്ച് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം വരണം. അത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരുപക്ഷെ നിനക്ക് പ്രതിസന്ധിയിൽ നല്ലൊരു മടങ്ങിപ്പോകാൻ തോന്നും. നഷ്ടമായതൊന്നും നഷ്ടമല്ല. അത് എന്നോടുള്ള ദൂതായിരുന്നു. കാരണം ഞാൻ ചിന്തിച്ചു, പലരെന്നെ ഉപദേശിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ആ കോഴ്സ് കഴിഞ്ഞിട്ട് വന്ന സർട്ടിഫിക്കറ്റ് കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇന്ന് ഞാൻ സത്യം പറയാം, പല മേഖലയിൽ ചെയ്യുമ്പം ആൾക്കാർ ചോദിക്കും, എന്നെ പഠിച്ചേ ഹോട്ടൽമാരുണ്ട്, സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു പുച്ഛമാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു അന്നെങ്കിൽ എടുക്കായിരുന്നു. പിന്നെ ഞാൻ ഓർക്കും, അതുണ്ടെങ്കിൽ ഇന്നത്തെ പുച്ഛമല്ല, ഒരുപക്ഷെ ഞാൻ കടന്നുപോയ സാഹചര്യം തന്നെ ഞാൻ വേല വിട്ട് പോയാനായിരുന്നു. ഇല്ലാത്തത് കൊണ്ട് വേലയിൽ ഉറച്ചു നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അപ്പം അന്ന് ആ ദൈവശബ്ദത്തോട് കേട്ടപ്പോൾ എനിക്ക് ഉറപ്പായി, ഓരോ മൊമെന്റിലും ദൈവം എന്നോട് വാക്തത്വം കൊണ്ട് എന്നെ ഓർപ്പിച്ചു. ഞാൻ ഈ ബൈബിൾ കോളേജിലേക്ക് പോരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ സഭയുടെ ദൈവദാസനോട്, ഞാൻ പേര് പറയുന്നില്ല, ദൈവദാസനോട് ഞാൻ കടന്ന് നിന്നോട് വേലയ്ക്ക് പോവുകയാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം 1-2 വാക്കുകൾ എന്നെ പറഞ്ഞു. അതെന്നെ വേദനിപ്പിച്ചു. അതിനുശേഷം ഞങ്ങളുടെ സഭയിൽ ഒരു എന്താ പറയുക, ഒരു ചാരിറ്റി പോലെ, ദാനധർമ്മം പോലെ വിദേശത്തുള്ള ഒരു ദൈവദാസൻ, അവരൊക്കെ ഒരുപക്ഷെ അറിയുന്നതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, നടന്ന സംഭവം ഇതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് കേരളത്തിൽ വന്ന് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം സഭാ ശുശ്രൂഷന്മാരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ പഠന സഹായം കൊടുക്കുന്നു. അപ്പം ആ ഇത് എന്റെ സഭയിൽ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ആ ദേവദാസനെ കാണാൻ പോയി. അപ്പൊ എന്റെ പാസ്റ്ററോട് പറഞ്ഞു, എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ജിനേഷ് എന്റെ ഡിഗ്നിറ്റിക്ക് ചേർന്നതല്ല, അതുകൊണ്ട് ജിനേഷ് നേരിട്ട് പോയി പറഞ്ഞോളാം. ഞാൻ പഠിക്കുന്ന കാലത്ത് എന്നാൽ ആകാവുന്ന ഹെൽപ്പ് ചെയ്ത് എന്റെ പാസ്റ്ററെ, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഒരു വാക്കുകൊണ്ട് ഹെൽപ്പിന് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, അതെന്നെ ഒത്തിരി വേദനിപ്പിച്ചു. എന്റെ കൂടെ നിന്ന് ഒരു വ്യക്തി കേട്ടും പറഞ്ഞു, അച്ഛനെ കാണിച്ചു, സാരമില്ലാന്ന്. അത് കഴിഞ്ഞു ഞാൻ ഇറങ്ങി വന്ന ദേവദാസനോട് നേരിട്ട് പോയി ചോദിച്ചു. അദ്ദേഹം എനിക്ക് മൂക്കെ പിടിക്കാൻ തലയ്ക്ക് വിട്ടെന്ന് പറയാൻ വഴി പറഞ്ഞു തന്നു. 10 പൈസ കൈ തന്നില്ല. സങ്കടത്തോടെ ഞാൻ തിരിച്ച് എന്റെ വാടക വീട്ടിലേക്ക് നടന്നു വരുന്ന വഴി ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു, 16.5 വർഷം മുമ്പ് നിന്നെ വേലയ്ക്ക് വിളിച്ചത് ഞാനാണെങ്കിൽ നീ മനുഷ്യന് മുമ്പിൽ മേലാൽ കൈ നീട്ടരുത്. കഴിഞ്ഞ 16.5 വർഷമായി ജീവിതത്തിൽ ഒരാവശ്യത്തിന് ഒരു മനുഷ്യന് മുമ്പ് പോയി കൈ നീട്ടാറില്ല. എത്ര വലിയ വിഷയം ആവശ്യം വന്നാലും ഒരു വാക്ക് ഞാൻ പറയും, എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും വരുന്നില്ല. അത് പറയുന്നതിന്റെ കാരണം ഇന്ന് പറയുമ്പം അന്ന് പറഞ്ഞതിന്റെ 10 മടങ്ങ് ധൈര്യത്തോടും ശക്തിയോടെ ഇന്ന് ഞാൻ പറഞ്ഞു. ഇന്നും ഞാൻ അതേ വാക്ക് ഉപയോഗിക്കും. പറയുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, അന്ന് നടത്തിയതിനേക്കാൾ എത്രയോ മേൽത്തരമായി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ ജയോത്സവം. ഒന്നും കയ്യിലില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, ഒന്നും കണ്ടിട്ടല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എന്റെ അപ്പൻ എന്നെ കാണുന്നുണ്ടോ ഉറപ്പെനിക്കും. അതേ ഉള്ളൂ എന്റെ പിന്നിലുള്ള ബലം. ഞാൻ അന്ന് അങ്ങനെ പോകുന്നതാണ് ബൈബിൾ കോളേജിൽ. വന്ന് ബൈബിൾ കോളേജിൽ പാലക്കാട് ചേർന്ന് ചുരുങ്ങിയ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ മെയ്യിൽ ക്ലാസ് ആരംഭിക്കുന്നു, മെയ് പകുതിയോടുകൂടി ക്ലാസ് ആരംഭിക്കുന്നു. ഒക്ടോബർ മാസം എത്തി. ഫസ്റ്റ് സെമസ്റ്റർ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു പല്ലുവേദന വന്നു. പാലക്കാടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. അവർ പറഞ്ഞു പല്ലിന്റെ ഇടയിൽ അണപ്പല്ലിന്റെ അവിടെ ദശ കളിക്കുന്ന മരുന്ന് തന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വേദന കൂടി, എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായി. അവിടെ തന്നെ തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു വേറെന്തോ ഒരു കുഴപ്പമുണ്ട്, അതിന് മരുന്നെടുക്കാതെ. അപ്പൊ അതിൽ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ വേറെ ഡോക്ടറിന്റെ നമ്പർ തന്നു, പാലക്കാടുള്ള. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അദ്ദേഹം എന്റെ ട്രീറ്റ്മെന്റ് ചെയ്തു. ആ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ചെറിയ ട്യൂമർ ഉണ്ട് ആ പല്ലിന്റെ അടിയിലായിട്ട്, അതുകൊണ്ട് അതൊന്ന് നോക്കണം. ഞാൻ തൃശ്ശൂരിലേക്ക് തൃശ്ശൂർ സരോജ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ വർഗീസ് മാണി ഉണ്ട്, അദ്ദേഹത്തിന്റെ ഞാൻ റെഫർ ചെയ്യാന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ പ്രൊഫസർ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ റെഫർ ചെയ്തു. അവിടെ വന്നു എന്നോട് പറഞ്ഞു ടെസ്റ്റ് ചെയ്യണം. എക്സ്റേ എടുത്തു. എക്സ്റേ പറ്റത്തില്ല, സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തു. CT സ്കാൻ എടുത്തപ്പോഴാണ് അത് കുറച്ച് സീരിയസ് ആണെന്ന് അറിയുന്നത്. ഈ പറയുന്ന ഗ്യാപ്പ് കൊണ്ട് ഒരു ചെറിയ നാട്ടുനെല്ലിക്കയുടെ വലുപ്പത്തിൽ നിന്ന് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലേക്ക് ട്യൂമർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ പറഞ്ഞു എത്രയും വേഗം സർജറി ചെയ്യണം.
ആ സർജറി ചെയ്യുന്ന കാര്യം പറഞ്ഞ് ഇതിന്റെ റിസൾട്ട് വന്ന് അവരത് ബയോപ്സിക്ക് അയച്ചു. ആ ട്യൂമറിന്റെ ഒരു ഭാഗം ബയോപ്സിക്ക് അയച്ചു. ആ റിസൾട്ട് വന്ന് ആ ദിവസം ഞാൻ ചെല്ലുമ്പം ഈ പാലക്കാട് ശാലമേക്കുള്ള സാറാണ് വന്നത്, രജിസ്ട്രാർ സാറ്. ജോയ് സാറ് ഞാനിവിടെ ചെല്ലുന്നു, എന്നോട് പുറത്തിറങ്ങിയിരിക്കാൻ പറഞ്ഞു. ഡോക്ടർ സാറിനെ മാത്രം അവിടെ ജോയിച്ചാനെ മാത്രം വിളിക്കുന്നു. ജോയിച്ചാൻ ചെല്ലുന്നു, അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പുറത്തിറങ്ങി ഞാൻ തിരിച്ചു വന്ന് ക്യാബിന്റെ വെളിയിൽ ഞാൻ കേൾക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ എവിടെ ഉള്ളത്, അവരോട് അറിയിക്കണം. ഞാൻ അച്ചായ അച്ചായ എന്ന് വിളിക്കുന്നതുകൊണ്ട് അവർ വിചാരിച്ച അച്ഛനാണ്. പക്ഷെ സ്നേഹം കൊണ്ട് വിളിക്കുന്ന ജോയി പാസ്റ്ററോട് പറഞ്ഞു, മാതാപിതാക്കളെ വിളിക്കണം, അറിയിക്കണം, ഇദ്ദേഹത്തിന് വന്നിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ക്യാൻസർ ആണോ മറ്റെന്തെങ്കിലും അസുഖമാണോ, എന്തായാലും ഒരു ബയോപ്സി റിപ്പോർട്ടും ഒരു മേജർ സർജറിയും എമർജൻസി ആയിട്ട് വേണമെന്നോ. അദ്ദേഹം പറഞ്ഞു ഞാൻ അറിയിക്കാം. ഞാൻ ഇത് കേട്ട് ഞാൻ ഇറങ്ങി പോകുന്നു. പക്ഷെ ദൈവം എനിക്കൊരു നല്ല ബലം അന്നും ഇന്നും തരുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, വിളിച്ചവൻ ആരാണെന്ന്, എന്റെ ദൈവം ആരാണെന്നും ഏതൊരു ദൈവം ഇതിന് ഉറപ്പുണ്ടെങ്കിൽ ജീവിതത്തിൽ വിഷയങ്ങൾ വരും. 34 സങ്കീർത്തനം അതിന്റെ 18 വാക്യം, നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എങ്കിലും യഹോവ അവ എല്ലാവരും അവന് വിടുവിക്കും എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അനർത്ഥത്തിനെ നോക്കി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അനർത്ഥങ്ങളും വേദനകളും വരും, അതില്ലാത്തൊരു ക്രിസ്തീയ ജീവിതമില്ല. പക്ഷെ വരുന്നതോടൊപ്പം നീതിമാന്റെ പ്രത്യേകത ദൈവം അവ എല്ലാത്തിനും അവനെ വിടുവിക്കും എന്നുള്ളതാണ്. ജോയിച്ചാൻ പുറത്തിറങ്ങി വന്ന് വളരെ വിഷമത്തോടെ സഹതാപത്തോടെ എന്നെ കൂട്ടിക്കൊണ്ട് പോരുന്നു. വീട്ടിൽ വന്ന് വിവരങ്ങളെല്ലാം പറയുന്നു. ഓൾറെഡി എൻ്റെ ഒരു മൈനർ സർജറി 3 സ്റ്റിച്ചിന്റെ വായിക്കകത്ത് നടന്നായിരുന്നു. അവിടെ വന്ന് അന്ന് രാത്രി എനിക്കൊരു ബ്ലീഡിങ് ഉണ്ടാകുകയാണ്. ബ്ലീഡിങ് ഉണ്ടാകുന്ന പറഞ്ഞ ഒരു 12 മണി സമയത്ത് ഞാൻ കിടന്നതാണ്. എൻ്റെ കൂടെയുള്ള കർത്തദാസൻ സതീഷും വിനോദ് ഭാസ്കർ എന്നൊരു ദേവദാസൻ, അവരൊക്കെ കേരളത്തിലുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടുന്ന ദേവദാസന്മാരാണ്. ഒരുപക്ഷെ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേര് ഞാൻ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അവര് തുണി തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഉറക്കത്തിൽ എണീറ്റ് അവർ തുണി തേക്കുന്നത് ഞാൻ നേരത്തെ കിടന്ന് ക്ഷീണിതനായതുകൊണ്ട് അവർ റൂമിലേക്ക് പോയി 12 മണി സമയത്ത് ഞാൻ പോയി ഛർദ്ദിക്കുന്ന ബ്ലഡാണ്. അവിടുന്ന് ബ്ലഡ് ഛർദ്ദിക്കാൻ ഒരു വിധത്തിൽ ഒച്ച വെച്ച് ബഹളം വെച്ച് ജോയിച്ചാന്റെ വീടിന്റെ അവിടെ വാതക്കിലെത്തി. അവിടെ വന്ന് ബ്ലഡ് ഛർദ്ദിച്ച് ഞാൻ തറയിൽ വീണു. ജോയിച്ചാനെ കെട്ടിപ്പിടിച്ചെടുത്ത് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, കരയാനും പറ്റുന്ന അവസ്ഥ. വിനോദ് ഭാസ്കർ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഞങ്ങൾ എല്ലാവരും ഒറ്റ പ്രാർത്ഥന വിനോദ് ഭാസ്കർ പ്രാർത്ഥിച്ചത്, ഏത് നേരത്തും കൃപാസനത്തിന് അടുത്ത് വരാൻ ഞങ്ങൾക്ക് പുത്ര മുഖാന്തരം വഴി എന്ന കർത്താവെ ഞങ്ങളുടെ സഹോദരന്റെ പ്രാണനെ തുടരേ. ആ നിമിഷം എന്റെ വായിന് ബ്ലീഡിങ് നിന്നു. ദൈവം അത്ഭുതകരമായ ആ ബ്ലീഡിങ് നിർത്തി. പക്ഷെ അന്ന് നടന്ന സംഭവങ്ങള് ജോയിച്ചാനോ വിനോദ് ഭാസ്കരോ സതീഷോ ഇവരാരും ജീവിതത്തെ മറക്കത്തില്ല. പോയ വഴികളിൽ ഞങ്ങളുടെ ഒരു കുഴപ്പമില്ലായിരുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓഫ് ആകുന്നു, ഓൺ പോകുന്നു. നട്ടപ്പാതിരാത്രി 1 മണി 2 മണി നടു റോട്ടിൽ പെരുവഴി ഞങ്ങൾ എല്ലാവരും കിടന്നു. അപ്പം ജോയിച്ചാൻ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ജിനേഷിനെ കർത്താവ് ഒത്തിരി ഉപയോഗിക്കും, പക്ഷെ പിശാച് അത് അനുവദിക്കത്തില്ല, പ്രാർത്ഥിച്ച് ജയമെടുക്കണം. അത് സത്യമായിരുന്നു. അതൊക്കെ ആരംഭങ്ങൾ മാത്രം. അന്ന് ഒരു വിധത്തിൽ എന്നെ തള്ളിപ്പിടിച്ച് ആ വണ്ടി വടിയിലിട്ട് ഞങ്ങൾ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് വന്ന് ബാക്കിയുള്ള സൗരന്മാർ നടന്നുപോയി. ഞങ്ങൾ ബൈക്കിന് 2 പേര് 3 എന്നെ വെച്ച് കിട്ടി. കാരണം ഞാൻ അത്ര ക്ഷീണിതനാണ്. വീട്ടിൽ വന്നു, അവിടെ മുതൽ ആരംഭിച്ചു. ഞാൻ ആ കോളേജിൽ 3 വർഷം എന്റെ പഠനം കിടക്കി. 1-ാം വർഷം ചുരുക്കി പറയാം, എന്റെ ഓപ്പറേഷൻ അവിടെ നടന്നു, തൃശ്ശൂർ ഹോസ്പിറ്റലിൽ നടന്നു. 16 സ്റ്റിച്ചിന് എന്റെ വായുടെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ മേലെണ്ണാക്ക് തുറന്നെടുത്ത് അതിനകത്ത് മുഴയെടുത്ത് തിരിച്ച് പല്ലുകൾ എന്റെ 16 പല്ലും തിരിച്ച് മുകളിൽ സ്റ്റിച്ച് ചെയ്ത് തുന്നിക്കെട്ടി വെച്ച് അങ്ങനെ ഞാൻ ആ വർഷം എന്നെ കഴിഞ്ഞു. ചെറിയൊരു പ്ലേറ്റ് ഒക്കെ ഇട്ടു, കാരണം ഒരു ഓട്ട ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ 1-ാം വർഷം കഴിഞ്ഞു. 2-ാം വർഷം അതേപോലെ തന്നെ മഴക്കാലമായപ്പം ഞാൻ ഒരു ബൈക്ക് ആക്സിഡന്റ് വീഴുന്നു കോളേജിൽ വെച്ച്. എന്റെ കാലിന് ബൈക്കിൽ കൊണ്ട് വീഴുന്നതിന്റെ ഒടിവൊന്നുമില്ല, പക്ഷെ കുറെ മുറിവുകൾ തുന്നിക്കെട്ടുകളുണ്ട്. അത് സെപ്റ്റി ആവുന്നു. 3 മാസം ബെഡ് റെസ്റ്റ് ആയിട്ട് ഞാൻ ആ കോളേജിൽ തന്നെ എടുക്കുന്നു. ഈ സമയത്തൊന്നും ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ പോയിട്ടില്ല. അങ്ങനെ 2-ാം വർഷം കഴിഞ്ഞു. 3-ാം വർഷം ഞാൻ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ തമ്മിലൊരു വിഷയം ഉണ്ടാകുന്നു. അവർ ഒരു പരിധി വരെ ഡിവോഴ്സ് ആകുന്ന വക്കിൽ വരെ എത്തി. ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ശേഷം ഞങ്ങൾക്ക് 2 പേരും കർത്താവിന്റെ വേലയിലുള്ള തുടരണോ അതോ വിട്ടുപോരണോ ആ കൺഫ്യൂഷനായി. അന്ന് ചോദിച്ചാൽ വാക്ക് പറഞ്ഞു, ജിനേഷേ, ഈ വിഷയങ്ങളെല്ലാം കടന്നു പോകും, പക്ഷെ വേലയ്ക്കിറങ്ങി നീ പിന്നോട്ട് പോയാൽ തിരിച്ചു വരൽ വലിയ പാടായിരിക്കും. ഞാൻ അവിടുന്ന് തിരിച്ചിറങ്ങി വന്ന് ഞാനൊന്ന് ബാത്റൂമിൽ കിടന്നു, ഒത്തിരി കരഞ്ഞൊരു പാട്ട് എഴുതി. ആ പാട്ട് ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങൾ അത് വെളിയിലിറങ്ങി. ഇത്രയും വർഷങ്ങളായി ഓൾറെഡി വന്നത് ആ CD-യിൽ. പക്ഷെ കാലങ്ങൾ മുമ്പോട്ട് പോയി CD-യുടെ കാലം അത് എനിക്ക് ഒരിക്കൽ കൂടി വെളിയിൽ ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കുന്നുള്ള വഴി ദൈവം ഒരുക്കാൻ വേണ്ടി ആ പാട്ട് എന്റെ ജീവിതമായിരുന്നു. അന്ന് ആ ബാത്റൂം ഷവറിന്റെ കിടന്ന് കരഞ്ഞു പാടി. പക്ഷെ ഞാൻ അവിടുന്ന് വീട്ടിൽ പോയില്ല. ദൈവകൃപയാൽ ആ വർഷം ആ ശാലേ ബൈബിൾ കോളേജിൽ ഗ്രാജുവേഷൻ ചെയ്യുമ്പം നമ്മുടെ അക്കാഡമിക്കിലെ ഏറ്റവും ടോപ്പ് മാർക്ക് മേടിച്ച് ഞാൻ അവിടുന്ന് പാസ്സായി. ദൈവം കൃപ ചെയ്തു. അത് കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ അവിടത്തെല്ലാം കഴിഞ്ഞു. തുടർന്ന് പല ഓഫറുകൾ വന്നു. പേരാമ്പ്രയിലും അതുപോലെ പട്ടാമ്പിയിലൊക്കെ സുവിശേഷ വരെയുള്ള അവസരങ്ങൾ കിട്ടി. ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, സുവിശേഷം എത്താത്ത ഒരു സ്ഥലത്തേക്ക് എന്നെ അയക്കണം, എവിടെ ആയാലും നീ പറഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് ഓഫറുകൾ സ്വീകരിച്ചില്ല. അപ്പൊ എന്റെ ഉള്ളിൽ ദൈവം ഒരു പ്രേരണ തന്നു തുടർന്നും പഠിക്കാൻ. അങ്ങനെ പഠിക്കാൻ തന്നപ്പോൾ എനിക്ക് തോന്നി ഒരു ഇംഗ്ലീഷ് മീഡിയം ബൈബിൾ കോളേജിൽ ഒന്ന് പഠിക്കണം. മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണം ആഗ്രഹം മനസ്സിൽ വെച്ചു. ദൈവം എനിക്കൊരു അവസരം തന്നു.
കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിൽ പഠിക്കാൻ അവസരം. ഞാൻ അവിടുത്തെ ഓൺലൈൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ഞാൻ ഏപ്രിലില് ഓറിയന്റേഷൻ പോകേണ്ട എനിക്ക് പറ്റിയില്ല. വീണ്ടും ഒരു പല്ലുവേദന വന്നു. അതിന്റെ ട്രീറ്റ്മെന്റായിട്ട് ഞാൻ ചെയ്ത ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു. മൂന്നാം വർഷമായി. തിരിച്ചു വരുമ്പോൾ വീണ്ടും എന്റെ വായിൽ അതേപോലെ ഒരു മുഴ വന്നിരിക്കുന്നു. അന്ന് ഈ ചെയ്ത ഓപ്പറേഷൻ ക്രോസ് ആയിട്ട് തന്നെ വായിക്കാതെ ഓൾറെഡി 16-ന്റെയും 3-ന്റെയും 2 ഓപ്പറേഷൻ കഴിഞ്ഞു. വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്തു, 7 സ്റ്റിച്ചിന്റെ. അതോടുകൂടി വായിൽ ഒരു ചെറിയ കഷ്ണം അവിടുത്തെ ആ മാംസവും ആ മേലെണ്ണാക്കും ഇല്ലാതായി. ഒരു പ്ലേറ്റ് തന്നു, അത് റിക്കവർ ആയി വരാൻ വേണ്ടിയിട്ട്. അത് റിക്കവർ ആവുകയും ചെയ്തു. അങ്ങനെ എന്റെ ഒരു സെമസ്റ്റർ ബ്രേക്ക് ആയിട്ടാണ് ഞാൻ കുമ്പനാട് ബൈബിൾ കോളേജിൽ വീണ്ടും ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് സെക്കൻഡ് സെമിനാണ് ഞാൻ അവിടെ ചെന്ന് ചേരുന്നത് 2012. അങ്ങനെ 2012 അവിടെ ചേർന്നു. കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് ലൈഫിൻ്റെതായ പിന്നെ എന്റെ സ്വഭാവം, സത്യം പറയാം, അന്നത്തെ എന്റെ സ്വഭാവത്തിന് എന്തിനും ചാടിക്കയറി പ്രതികരിക്കുന്ന ഒരു മുൻകോപിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിൽ ഇടപെട്ടു. എന്റെ കോളേജിലെ പഠനം അവിടുന്ന് നിർത്തിവെക്കേണ്ടതായിട്ട് വരുമെന്ന് തോന്നി. പക്ഷെ ദൈവകൃപയാൽ 2015 ഞാൻ ഇന്ത്യ ബൈബിൾ കോളേജ് സെമിനാരിൽ നിന്ന് ഞാൻ ഗ്രാജുവേഷൻ ചെയ്ത കർത്താവിനെ സഹായിച്ചു. അവിടുന്ന് ഞാൻ ഗ്രാജുവേഷൻ ചെയ്ത് പുറത്തിറങ്ങി. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പേ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. കർത്താവെ, പഠനം കഴിഞ്ഞ് ഈ എന്റെ നാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കാൻ എനിക്ക് ഇടവരുത്. നീ അയക്കുന്ന നാട്ടിൽ എനിക്ക് പോകണം. പക്ഷെ കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിച്ചതിന് ഒരു ഗുണം, നല്ല സ്നേഹിതരെ കുറെ കിട്ടി. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത്യാവശ്യം ഒരാളോട് തട്ടുമുട്ടി സംസാരിക്കാനുള്ള കാര്യങ്ങൾ, കാരണം ഞാൻ വലിയ പഠിച്ചക്കാരനാണെന്നല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ ആര് വന്നാലും അവരോട് മാന്യമായി സംസാരിക്കാനുള്ള ഒരു കൃപ ദൈവം തന്നു. അതൊക്കെയാണ് കോളേജിൽ നിന്ന് കിട്ടിയത്. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് മിഷൻ ഫീൽഡുകളെ കുറിച്ച്, നോർത്ത് ഇന്ത്യയെ കുറിച്ച് ഒരു ദർശനം. കാരണം ഞങ്ങൾക്ക് മിഷൻ ചാപ്പലുണ്ട്. അങ്ങനെ വരുമ്പോൾ പല മിഷൻ ഫീൽഡുകളെ കുറിച്ച് കേട്ടെങ്കിലും ഞാൻ അന്നൊരു പ്രാർത്ഥന പഠിച്ചു, കർത്താവെ, നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും നീ എന്നെ അയക്കണം. അതെന്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. പഠനത്തിനിടെ ഞാൻ പറഞ്ഞിട്ട് ഒരു സെമസ്റ്റർ ലേറ്റ് ആയിട്ട് വന്നു. അതുകൊണ്ട് എനിക്ക് ഗ്രാജുവേഷന് മുമ്പ് ഒരു സെമസ്റ്റർ ബാക്കിയുണ്ട്. അങ്ങനെ ഞാൻ കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു സെമസ്റ്റർ ബ്രേക്കിൽ ഞാൻ അവിടുന്ന് പോരുന്നതാണ് ബീഹാറിലേക്ക് വരാനുണ്ടായ സാഹചര്യം ചുരുക്കത്തിൽ പറയാം. ആഗ്രഹം വന്നു. ഞാൻ കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാക്ടിക്കൽ മിനിസ്ട്രിക്ക് വിട്ടത് പിറവം സെന്ററിലുള്ള ബാബുച്ചെറിയാൻ പാസ്റ്റർ കൂടെയാണ്. ബാബുച്ചെറിയാൻ പാസ്റ്റർ ഒക്കെ നോർത്ത് ഇന്ത്യയിലും ബീഹാറിലും ഇന്ത്യ മിഷനെ ഒരു ജില്ലയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദേവദാസനും ഒരു സെന്ററുമാണ് അന്നേ കാലത്ത് തന്നെ. അതുകൊണ്ട് അവിടെയുള്ള ദേവദാസന്മാർ വർഷത്തിൽ 2-3 തവണ ബീഹാറിൽ വരാനുള്ള ടീമായിട്ട് അവിടുന്ന് വന്ന ദേവദാസന്മാരുടെ പല ഫീൽഡിൽ കൂടെ ഈ 40 ദിവസം ഞാൻ 45 ദിവസം അവരുടെ പ്രാക്ടിക്കൽ മിനിസ്ട്രിക്ക് പോയ സമയത്ത് അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് ബീഹാറിനെ കുറിച്ച് കേട്ടു. ബീഹാറിന്റെ സുവിശേഷകരുടെ ആവശ്യതയെ കുറിച്ച് കേട്ടതൊക്കെ കൊള്ളാം, മനസ്സിൽ അങ്ങനെ പോയി. അത് അവന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇടയാറിലുള്ള ഡെന്നി പാസ്റ്ററാണ് എന്നോട് കൂടുതൽ ബീഹാറിനെ കുറിച്ച് പറഞ്ഞത്. അവരുടെ കൂടെയാണ് ഞാൻ കൂടുതൽ സമയം നിന്നത്. അത് കഴിഞ്ഞ് വന്ന് ഞാൻ എന്റെ കോളേജിൽ പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ ഗ്രാജുവേഷന്റെ ഗ്യാപ്പിൽ നിൽക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു ബേർഡൻ ഇങ്ങനെ വന്നു. സാറ്, ഞാൻ എവിടെ പോകണം, എന്ത് ചെയ്യണം? ഒരു 3 ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ബീഹാറിലേക്ക് പോകണം. അപ്പൊ എനിക്കതൊരു സംശയം, ഞാൻ ഈ കേട്ടതിന്റെ ബേസിലാണോ ബീഹാർ വന്നത്, അത് സത്യത്തിൽ ദൈവം പറയുന്നതാണോ? എനിക്ക് കൺഫ്യൂഷനായി. പക്ഷെ പിന്നീട് ഒരു ദൈവദാസനായിട്ട് പ്രാർത്ഥിച്ചു പുള്ളി പറഞ്ഞു, നോർത്ത് ഇന്ത്യ ബീഹാറിലേക്ക് പോകണം. ആണോ? അതെനിക്ക് അത്ര ഇതായില്ല. ഞാനും പുള്ളിയായിട്ട് ഓൾറെഡി ഷെയർ ചെയ്തായിരുന്നു. അതുകൊണ്ട് അതും എനിക്കൊരു വിശ്വാസം തന്നെ. ഞാൻ ദൈവത്തിന്റെ ഒരു തീരുമാനം വെച്ചു, കർത്താവെ, ബീഹാറിലേക്ക് പോകണം, നിന്റെ ഹിതമാണെങ്കിൽ ഞാൻ അറിയാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത, സംസാരിച്ചില്ലാത്ത ഒരു ദൈവദാസൻ എന്നോട് ഇങ്ങോട്ട് പറയണ ഈ ആലോചന. അങ്ങനെയാണെങ്കിൽ ഉടനടി ഞാൻ ബീഹാറിന് പോകും. അതെന്റെ ഒരു തീരുമാനം. അങ്ങനെ ഞാൻ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഞാൻ അടൂര് ഒരു മീറ്റിങ്ങിന് പോവാണ്. ഇന്ന് കർത്താവിൽ അറിയപ്പെടുന്ന ഒരു ദേവദാസൻ, ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഫാസ്റ്റർ റേസൺ തോമസ്. അദ്ദേഹത്തിന്റെ മീറ്റിങ്ങിന് ഞാൻ പോയത് ഒരു ജഡ്ജ്മെന്റ് ചെയ്യാനാണ് പോയത്. ഒരു ബൈബിൾ കോളേജ് സ്റ്റുഡന്റ് എന്ന നിലയിൽ ഒരു നിരൂപണത്തിന് വേണ്ടി പോയ ആളാണ് ഞാൻ. പക്ഷെ അന്ന് ആ മീറ്റിങ്ങിനിടയിൽ ദേവദാസൻ റേസൺ തോമസ് മീറ്റിങ്ങിന്റെ ഇടയിൽ എന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നോട് ആലോചനകൾ പറയാൻ തുടങ്ങി. ആ ദേവദാസൻ ഇന്ന് ഓർക്കുന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഏകദേശം 7-8 വർഷത്തെ ചരിത്രങ്ങൾ വായിക്കുന്നവരുടെ ഡേറ്റ് സഹിതം എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊന്നും പുതിയ ആലോചനയല്ല, ദൈവാത്മാവ് നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞതാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോഴും ഞാൻ മിണ്ടാതിരിക്കുക, എവിടാന്ന് പറയാം. അടുത്ത അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ ബീഹാറിന്റെ അപ്പോസ്തലനെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കും. അന്ന് ഞാൻ സമർപ്പിച്ചു. പിന്നെ 2-4 ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. പക്ഷെ അന്ന് എടുത്ത തീരുമാനം കൃപയാൽ കഴിഞ്ഞ 11 വർഷമായിട്ട് ബീഹാറിൽ നിൽക്കാൻ കർത്താവ് സഹായിച്ചു. ഞാൻ അത് കണ്ട് എനിക്ക് കൺഫേം ആയി കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഇടയാറിലെ ഡെന്നി പാസ്റ്റർ വിളിക്കുന്നു. ഡെന്നി പാസ്റ്റർ ബാബുച്ചെറിയാൻ പാസ്റ്റർ നമ്പർ തരുന്നു. ബാബുച്ചെറിയാൻ പാസ്റ്റർ ഡോക്ടർ ജേക്കബ് മാത്യു തൊടുപുഴയിലുള്ള ആ ദേവദാസന്റെ നമ്പർ തരുന്നു. അദ്ദേഹം ഞാൻ വിളിക്കുമ്പോൾ ബീഹാറിൽ ഒരു കോൺഫറൻസിന് ബീഹാറിലുള്ള നാട്ടിൽ വരുന്ന സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് 2015 സെപ്റ്റംബർ മാസം ഞാൻ നാട്ടിൽ നിൽക്കുന്നു. എന്റെ ഗ്രാജുവേഷൻ 2016 മാർച്ചിലാണ് നടന്നത്. ഞാൻ 15 ബീഹാറിൽ വന്നതിന് ശേഷം തിരിച്ചു പോയിട്ട് അപ്പം ദേവദാസൻ നാട്ടിൽ വന്ന്
ആലുവ CGM വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ചു. PT തോമസ് അങ്കിള് അങ്ങനെ 1-2 ഇന്ത്യ മിഷന്റെ നാട്ടിലുള്ള ദേവദാസന്മാർ എന്നെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ജിനേഷെ ഇപ്പം ബീഹാറിലേക്ക് പോകണ്ട, കാരണം സെപ്റ്റംബറിൽ ഞാൻ പറയുന്നത് ഈ സമയം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഇപ്പൊ തണുപ്പിന്റെ സമയമാണ്, അതുകൊണ്ട് ഇപ്പൊ പോകണ്ട. പക്ഷെ ഞാൻ പറഞ്ഞു, സാർമാരെ ദൈവം എന്നോട് പറഞ്ഞു എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പം അവർക്കൊരു അവർ പറഞ്ഞ കേൾക്കാതെ വന്നപ്പോ എന്നോട് പറഞ്ഞു, ജിനേഷ് പ്രായത്തിന്റെ ഒരു ഇത് ഉണ്ടല്ലോ, ആ ഒരു ചൂടിൽ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ ബീഹാറിന്റെ കാലാവസ്ഥ ജിനേഷിനെ അറിയാത്തതുകൊണ്ട്, ഞാനൊക്കെ അവിടെ ഒത്തിരി വർഷങ്ങൾ ഉണ്ടായിരുന്ന ആളാ എന്ന് പറഞ്ഞു PT തോമസ് അങ്കിൾ. ഞാൻ പറഞ്ഞു, അങ്ങളെ ഞാൻ ആ ധിക്കാരം തോന്നല്, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ ഒന്നുകിൽ ബീഹാറിന്റെ കാലാവസ്ഥ എനിക്ക് അനുകൂലമാക്കാം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം ബീഹാറിന്റെ കാലാവസ്ഥയ്ക്ക് അനുകൂലമാക്കാം. ഇത് രണ്ടിനും കഴിയുന്ന ദൈവം ആയതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ. എന്നാൽ ജിനേഷ് പോ, ഇനി ജിനേഷിനെ ആരും തടയുന്നില്ല എന്ന്. അന്ന് മുതൽ ഞങ്ങൾ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ നവംബർ ഒക്കെ ടിക്കറ്റുകൾ നോക്കി കിട്ടാനില്ല. ഒടുവിൽ നവംബർ 23 ഞാൻ ബീഹാറിൽ 21 കയറുന്നു. 23 രാവിലെ വൈകുന്നേരം ഞാൻ ബീഹാറിൽ വന്നിറങ്ങി. ഞാൻ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇനിയുള്ളതാണ് കഥയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് സമയം. സുവിശേഷ വേലയ്ക്ക് ഇവിടെ വന്നിറങ്ങി എബിസാർ എന്നോട് കൂട്ടാൻ വന്ന എബിസാർ എന്നോട് ചോദിച്ചു, എന്താണ് സഹോദരന്റെ ദൈവിക ദർശനം വിളിയൊക്കെ. ഞാൻ പറഞ്ഞു, എനിക്കൊരു ഓർഫനേജില് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം, അതെന്റെ മനസ്സിന് സ്വപ്നം, അതാണ് ദൈവം എനിക്ക് അങ്ങനെ തന്നിരിക്കുന്ന ദർശനം. അനേകർക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവയ്ക്കുക എന്നാൽ ആകാവുന്ന എല്ലാ വിധത്തിലും, അതെന്റെ ആഗ്രഹമാണ്. പ്രത്യേകിച്ച് ആരുമില്ലാത്ത അനാഥ കുഞ്ഞുങ്ങളെ ഒക്കെ എടുത്ത് വളർത്തും, അതൊക്കെ എന്റെ വലിയ സ്വപ്നങ്ങളാണ്. മിനിസ്ട്രിയിൽ അത് ആഗ്രഹം. അപ്പൊ സാറ് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു മിനിസ്ട്രി ആ നിലവിലില്ലാത്ത, എന്തായാലും അതിന് പറ്റിയ ആള് വന്ന് പ്രാർത്ഥിക്കുക, ദൈവം അതിനോടൊരു വഴികളെ ഒരുക്കാൻ വേണ്ടി. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നെങ്കിലും ആദ്യത്തെ കുറച്ച് ദിവസം ഓഫീസിലിരുന്നു. പിന്നെ ക്രൂസൈഡ് ടീമിന്റെ കൂടെ നടന്നു ഒരു 6 മാസത്തോളം. അത് കഴിഞ്ഞപ്പം 6 മാസം, 1 വർഷം ആകാറായപ്പം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു. പാട്ന എയിംസ് ഹോസ്പിറ്റലിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ വീട്ടില്, ഇവിടെ മിനിസ്ട്രിക്ക് അവർ വീടെടുത്തു. പക്ഷെ മിനിസ്ട്രിക്ക് വരാൻ പറഞ്ഞ ദൈവദാസൻ ഇങ്ങോട്ട് വരാൻ തയ്യാറുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, ജിനേഷ് ബൈബിൾ കോളേജ് പഠിച്ചതല്ലേ, വന്നതല്ലേ, അവിടെ പോയി പ്രവർത്തനം തുടങ്ങുക. ഇവിടെ വരുന്ന സ്റ്റുഡൻസ് 4 പേര് എയിംസ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. അവർ നമ്മുടെ കുറിജിയിലുള്ള ചർച്ചിലാണ് വരുന്നത്. അവർക്ക് അവിടം വരെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. 4 പെൺകുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് ഇവിടെ അടുത്തൊരു നമ്മുടെ ചർച്ച ഉണ്ടെങ്കിൽ വരാമെന്നും. അങ്ങനെ ഞാൻ ഇവിടെ വരുന്നു. ആ 4 പേരുടെ ആരാധന ഇവിടെ തുടങ്ങുന്നു. തുടങ്ങുന്ന കാലത്തിൽ ഒരു ബിനോയ് കൈപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഖത്തറിലുള്ള ഒരു ദേവദാസൻ എന്റെ കൂട്ടത്തിൽ ബൈബിൾ കോളേജ് പഠിച്ച എന്റെ ജൂനിയറാണ്. ആ ദേവദാസൻ എന്റെ കൂടെ ഇവിടെ വന്നു, എന്നെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ദിവസം നിന്നു. അതിനുശേഷം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ ഇവിടെ നിന്ന് ആ സമയങ്ങളിൽ ആരാധനയ്ക്കായി കടന്നു വന്ന്, ശരിക്കും പറഞ്ഞാൽ 2016 തുടങ്ങി 18 ജനുവരി വരെ ഇവിടെ ചർച്ച നടന്നു. ആ സമയം കൊണ്ട് ഏകദേശം 20ഓളം വിശ്വാസികൾ ഇവിടെ കൂടി വരാനുണ്ടായിരുന്നു. അങ്ങനെ സഭ നല്ല രീതിയിൽ പോകുന്നു. 2017 ഡിസംബറിലൊരു മിനിസ്ട്രി ഞാൻ കൂടുതൽ ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ചർച്ചിനോടൊപ്പം തന്നെ ഒരു ഫിലിം ഷോ യൂണിറ്റ് പട്ന ഡിസ്ട്രിക്റ്റിന്റെ ഞാൻ അടുത്ത് നോക്കിക്കൊണ്ടിരുന്ന ആ സമയത്ത്. അങ്ങനെ വണ്ടി ഓടിച്ച് ഞാൻ പല ഫീൽഡുകളിലൂടെ പോയി ഞാൻ ഇവിടെ പോയി ഹാജിപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ. അവിടെ പോയി സ്റ്റീഫൻ പാസ്റ്ററുടെ കൂട്ടത്തിൽ അവിടെ പോയി അദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ ആ ഗ്രാമങ്ങളിൽ ഫിലിം ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം അത് പെട്ടെന്ന് എനിക്കൊരു ഭയങ്കര തണുപ്പ്, നല്ല ഡിസംബർ നല്ല തണുപ്പാണ്. ആ സമയത്ത് വല്ലാതെ പല്ലുവേദന എടുത്തു. പല്ലുവേദന എടുത്ത് ഞാൻ എന്റെ ഈ വീട്ടിലേക്ക് മടങ്ങി വന്നു. 2 ദിവസം ഞാൻ പോയില്ല എവിടെ. എനിക്ക് മുഖത്തിന് നീര് വെച്ചു. എന്റെ പെങ്ങളെ വിളിച്ചു പറഞ്ഞു, ഇപ്പൊ തൃശ്ശൂർ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരി നഴ്സിംഗ് പഠിച്ചതാണ്, അതുകൊണ്ട് വിളിച്ചു പറഞ്ഞു, മോനെ നീ നാട്ടിൽ വാ, നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം, ആ പോയ ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ ഞാൻ ഡിസംബർ ബുക്ക് ചെയ്തു. ജനുവരി 9 ഇവിടുന്ന് കയറുന്നു. 11 രാവിലെ 11 വൈകിട്ട് ചെല്ലുന്നു. 12 ഞാൻ ഹോസ്പിറ്റലിൽ വർഗീസ് മാണിനെ കാണാൻ പോകുന്നു. 2 കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം അന്ന് വന്ന് അവരെന്നോട് പറഞ്ഞു, ഉടനടി ഒരു CT സ്കാൻ എടുക്കണം പറഞ്ഞു. CT സ്കാൻ എടുത്തു. പോളി ടെക്നിക്ക് അങ്ങനെയാണ് പറഞ്ഞൊരു ഇതുണ്ട് തൃശ്ശൂര്, അവിടെ പോയി എടുത്തുകൊണ്ട് റിസൾട്ട് അന്ന് വൈകിട്ട് കിട്ടിയ റിസൾട്ടിന്റെ ബേസിൽ പറഞ്ഞു, എന്റെ തലയിൽ വീണ്ടും ഒരു ട്യൂമർ വന്നിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എത്രയും വേഗം ഒരു മേജർ സർജറി ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ഇവിടുന്ന് ഒരു 5,500 രൂപ എന്റെ ക്യാഷ് എന്റെ കയ്യിലുള്ളൂ. പോയിട്ട് തിരിച്ചുവരെയുള്ള വണ്ടിക്കൂലിയാണ്. 10-15 ദിവസത്തെ ലീവേ ഉള്ളൂ. അതൊക്കെയാണ് ഞാൻ പോയത്. എന്റെ മനസ്സിൽ അങ്ങനെ സ്വപ്നം പോലും ഇല്ല ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട സമയത്ത് വൈവാമിന്റെ ടീം വന്നതും വടവാതൂർ ബൈബിൾ കോളേജിൽ നിന്ന് വന്ന സാറും അതുപോലെ അവിടുത്തെ സ്റ്റുഡൻസ് ഇങ്ങനെ പ്രാക്ടിക്കൽ മിനിസ്ട്രി നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്ന പലരും എന്റെ സഭയിൽ എന്റെ ചർച്ചിൽ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഫീൽഡിൽ പ്രവർത്തിക്കാൻ വേണ്ടി. അങ്ങനെ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴും കൂട്ടമായിട്ട് പോകുമ്പോഴൊക്കെ ദൈവാത്മാവിനോട് ഇടപെട്ട ദർശനങ്ങൾ പലതും കണ്ടതൊക്കെ ഫീൽഡിൽ ഞാൻ കാണുമ്പം, പല സ്വപ്നങ്ങൾ കണ്ടത് ഫീൽഡിൽ കാണുമ്പം ആ ഉറപ്പ്, അതായത് വിളിച്ച വിളിയും വന്നതും കറക്റ്റ് സ്ഥലമുള്ള ഉറപ്പുണ്ട്. അങ്ങനെ നിന്ന് ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാത്മാവിനോട് പറഞ്ഞു, നിന്നെ ഞാൻ ശുശ്രൂഷയുടെ മറ്റൊരു തലത്തിലേക്ക് മാറ്റാൻ പോവുക. അപ്പൊ തന്നെ കുറച്ചും കൂടി ബലപ്പെടുത്തി.
അത് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. കേരളത്തിലേക്ക് പോകുമ്പോൾ എനിക്കൊട്ടും പ്രതീക്ഷയില്ല ഇങ്ങനൊരു രീതിയിലേക്ക് പോകുന്നത്. ചെന്ന് റിസൾട്ട് വന്നതാണ്, അത് അടുത്ത ഓപ്പറേഷന് പോകണം. സാറ് പറഞ്ഞു നല്ലൊരു എമൗണ്ട് ചെലവാകും, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഏകദേശം എന്നാവും, ഒരു 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ ചെലവാകുന്നു. ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു. എന്റെ പിതാവിന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ തിരിച്ചു പോരുമ്പം ഇന്ന് കുവൈറ്റിലെ ഒമാനിലോ ഇപ്പൊ അറിയില്ല എവിടെ പ്രസന്റ് എവിടെയാണ്, ഒരു ഫിന്നി വർഗീസ് ദേവദാസൻ അന്ന് ഇന്ത്യ മിഷൻ എന്റെ കൂട്ടുകാരനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു എന്താണ് ജിനേഷ്, എങ്ങനെയാ, എന്താ ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നോല. എടുത്ത വയന അവൻ എന്നോട് കാര്യം പറഞ്ഞു, ജിനേഷ് നീ എപ്പോഴും പറയാറില്ലേ നിന്റെ ദൈവം വിശ്വസനായ ദൈവ, നിന്റെ ഏത് വിഷയത്തിന്റെ നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു, ആ ദൈവം കൂടെ ഉണ്ടാ. അവന്റെ ആ ഒരു വാക്ക് സത്യത്തില് ബാറ്ററി ലോ ആയ മൊബൈലിന് 120 വോൾട്ടിന്റെ ചാർജർ കൊണ്ട് ചാർജ് ചെയ്യുന്ന പോലെ ഒരു ബൂസ്റ്റ് ആയിരുന്നു എനിക്ക്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അന്ന് രാത്രിയിൽ ഡോക്ടർ ബി മാത്യു ഞങ്ങളുടെ മിഷൻ ഡയറക്ടർ അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിനേഷ് ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. അടുത്ത ദിവസം എന്നോട് പറഞ്ഞു ട്രീറ്റ്മെന്റ് ആരംഭിക്കാൻ പറഞ്ഞു. എനിക്കൊരു അതിൻ്റെ ഒരു 3 എമൗണ്ട് എനിക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി തന്നു. അതേ മിഷനിൽ നിന്ന് എനിക്ക് തരേണ്ട വന്നുള്ളൂ. ബാക്കി ആ ഹോസ്പിറ്റലുകാർ കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അവര് പറഞ്ഞതിനേക്കാൾ അവർ അഡ്ജസ്റ്റ് ചെയ്തു. ബാക്കിയുള്ള പൈസ എവിടുന്ന് വന്നു എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ അളിയനടക്കം എല്ലാവരും പറഞ്ഞു 10 പൈസ എനിക്ക് വേണ്ടി നിങ്ങൾ ആരും കടം മേടിക്കരുത്. എന്റെ വീട്ടുകാരോട് ഞാൻ മന ചെയ്തൊരു കാര്യമാണ്, കടം മേടിക്കരുത്. വേലയ്ക്ക് വിളിച്ചവനും വേലയ്ക്കാക്കിയവനും നിങ്ങൾ ആരുമല്ല, സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ എന്റെ ജീവിതത്തിലെ ഏത് ആവശ്യത്തിന്റെ മുമ്പിൽ അവൻ വഴി തുറക്കും. അവൻ വഴി തുറന്നില്ലല്ലോ അതിനർത്ഥം ആ കാര്യത്തിന് ഞാൻ ഇനി മുമ്പോട്ട് പോകണ്ട. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ആകണ്ട. ഇന്നും എന്റെ മാതാപിതാക്കളോട് സഹോദരനോട് ചോദിച്ചാൽ അവർ പറയും. അങ്ങനെ ഞാൻ അവിടുത്തെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. ട്രീറ്റ്മെന്റിന് 1.5 ലക്ഷം ടു 2 ലക്ഷം രൂപയാവുമെന്ന് പറഞ്ഞെടുത്ത് 1.25 ലക്ഷം രൂപയുടെ ഉള്ളിൽ തീർന്നു. എന്റെ ട്രീറ്റ്മെന്റ് അവിടെ കഴിഞ്ഞു. 2018 ജനുവരിയിൽ എന്റെ ട്രീറ്റ്മെന്റ് കഴിയുന്നു. അവിടെ നിന്ന് എന്നോട് പറഞ്ഞു ഒരു ബയോപ്സിയുടെ റിപ്പോർട്ട് ഉണ്ട്, അത് വരട്ടെ. അങ്ങനെ പോയി 2018 ഫെബ്രുവരി 1 ബയോപ്സി റിപ്പോർട്ട് വാങ്ങാൻ തൃശ്ശൂരിന് ഞാൻ വന്നു. ഞാനും എൻ്റെ അളിയനും കൂടെ വന്ന് റിപ്പോർട്ട് വാങ്ങി വെളിയിലിറങ്ങി അത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് കാണുന്നത് ഇങ്ങനെയാണ്, ഞാൻ ക്യാൻസർ എന്ന രോഗത്തിന് അടിമയാണ്. ക്യാൻസർ എന്ന രോഗമാണ് എൻ്റെ തലയിലുള്ളത്. ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് മാനുഷ്യമായി ചിന്തിച്ചാൽ ശുശ്രൂഷയുടെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പല പ്രതിസന്ധികൾ കൂടെ കഷ്ടങ്ങൾ കൂടെ ദൈവം ഇവിടെ വരെ വളർത്തിക്കൊണ്ട് വന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ഒരു അടി ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ പറയില്ലേ, ഇരുന്നിട്ട് എഴുന്നേക്കുന്ന മനുഷ്യന് നെറുകം തലങ്ങിട്ട് അടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, അന്നും ഇന്നും എന്നും ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിന് വേദന വന്നാലും വിഷമം വന്നാലും നിരാശ വന്നാലും വിത്തിൻ മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ അതിന് റിക്കവർ ആകും. ഒറ്റയൊന്നുള്ളൂ, എൻ്റെ ദൈവം എന്നോട് പറയും ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്റെ കരം പിടിച്ചത് ഞാനാ. ആ ഒരു ബലം എൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു മനുഷ്യന്റെ വാക്കിന് എന്നെ അങ്ങനെ ബലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, ഇനിയും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ദൈവത്തിന്റെ ഒരു ശബ്ദം ഞാൻ കേൾക്കും, അതെന്നെ അങ്ങ് ബലപ്പെടുത്തിയാൽ പിന്നെ ഞാൻ രണ്ടും കേൾപ്പിച്ച് മുമ്പോട്ട് ഫോർവേഡ് ചെയ്യും. അതാണ് ഇന്ന് വരെയുള്ള എൻ്റെ അനുഭവം. നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവിടുന്ന് പിന്നീടുള്ള കാര്യങ്ങൾ എന്താ എങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചില്ല. വീട്ടിൽ വരുന്നു, എങ്ങനെ ക്യാൻസർ എന്നതിന് വേണ്ടിയിട്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെറുതെ അല്ല, എൻ്റെ വായിൽ വലിയൊരു മേജർ സർജറി ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ടപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഞാൻ എവിടെ പോകും, എവിടെ ഇതിന് ട്രീറ്റ്മെന്റ്? എനിക്ക് വീട്ടുകാരോട് പറയാൻ പറ്റില്ല, കാരണം 1.5 ലക്ഷം എടുക്കാനില്ലാതെ കഷ്ടപ്പെട്ട വീട്ടുകാരോട് ഇനി ഒരു വലിയ സർജറിയുടെ കാര്യം പറയാൻ പറ്റില്ല. പക്ഷെ പറഞ്ഞേ പറ്റുള്ളൂ, അവരറിഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ അവരെ എനിക്ക് സങ്കടമാണ്, വിഷമമാണ്, അവരെ അറിയിക്കാനും പറ്റത്തില്ല. അപ്പൊ ഞാൻ ഭയങ്കര ബോൾഡായിട്ടാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ഇതൊക്കെ ചില്ലി കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ വളരെ ചില്ലായിട്ട് ഉള്ളിൽ എനിക്ക് ഒത്തിരി ചോദ്യങ്ങളാണ്, ഞാൻ എങ്ങനെ മുമ്പോട്ട് സർവൈവ് ചെയ്യണം. പക്ഷെ അപ്പോഴും തീരുമാനത്തിന് ഒരു പിടി പുറകോട്ട് മാറിയില്ല. ഞാൻ പറഞ്ഞു 5 പൈസ ഞാൻ അടുത്ത് കടം മേടിക്കില്ല. ആരോട് ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കൊരു സഹതാപത്തിന്റെ കണ്ണീരും വേണ്ട, കാരണം എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ എന്നെ ബീഹാറിലേക്ക് വിടാൻ ഒരു മുഖാന്തരമായ ഡോക്ടർ ജേക്കബ് മാത്യു എന്നെ വിളിച്ചിട്ടുണ്ട്, ജിനേഷിനെ കാണാൻ ഞങ്ങൾ വരുന്നുണ്ട്, വീട്ടിലുണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു 3-4 ദിവസം RCCക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്, അവിടെ പോയി ഡോക്ടർമാരെ കാണാൻ. പക്ഷെ എനിക്ക് ട്രെയിനിന് ടിക്കറ്റ് കിട്ടുന്നില്ല. ആ സമയത്ത് ഞങ്ങൾ അങ്കമാലി താമസിക്കുന്നത്. ഈ ദൈവദാസൻ എന്നെ വിളിച്ചു പറയും, ഏതായാലും ഇത്രയല്ലേ, ഞങ്ങൾ ഇന്ന് വരുന്നുണ്ട്, ഇന്നും കൂടെ കഴിഞ്ഞിട്ട് ജിനേഷ് നാളെ കൂടെ കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്താൽ മതി. അങ്ങനെ പിറ്റേ ദിവസം പകൽ വന്നു, എന്റെ റിപ്പോർട്ടെല്ലാം കണ്ടു. എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി ഞാൻ തിരിച്ചു വിളിക്കും, അത് കഴിഞ്ഞിട്ട് ജിനേഷിനെ എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കാവുള്ളൂ. ഞാൻ അവിടുന്ന് പോയ ഡോക്ടർ ജേക്കബ് ബംഗളും അദ്ദേഹം വെറ്റിനറി ഡോക്ടർ ആണെങ്കിലും അദ്ദേഹത്തിന് ഒത്തിരി മിഷൻ ഡോക്ടർമാരായിട്ട് നല്ല പരിചയമുള്ള ഒരു ദേവാസനാണ്. അദ്ദേഹം ഒത്തിരി യൗവനക്കാരെ മിഷനിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നല്ല, അദ്ദേഹത്തിന്റെ ജീവിതം അതുപോലെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗൈഡ് ചെയ്യാറുണ്ട്. ആ മനുഷ്യന്റെ വാക്കുകൾ ഒത്തിരി എന്നെയും ബലപ്പെടുത്തിയാണ്. ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയെങ്കിലും എനിക്ക് വേണ്ടി ഒരു കൂട്ടം ഡോക്ടർമാരും മെഡിക്കൽ ഡോക്ടർമാരും അല്ലാതെ ഡോക്ടറേറ്റുള്ളവരും അനേക ഭക്തന്മാരെ ദൈവം കൂട്ടി അവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് എൻ്റെ കാര്യത്തിന് വേണ്ടി. എനിക്കറിയില്ല എന്താ ചെയ്തതെന്ന്, പക്ഷെ അതിന്റെ റിസൾട്ട് ഞാൻ പറയാം. അന്ന് രാത്രിയായപ്പം വെല്ലൂർ CMCയിലെ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ റാബിൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, റാബിൻ ചാക്കോ വിളിച്ചിട്ട് പറഞ്ഞു, ജിനേഷന്റെ ഞാന് റാബിൻ ചാക്കോ ആണ്, വെല്ലൂർ CMC എന്നാണ്, എത്രയും വേഗം അവിടുന്ന് കയറി വരണം.
ഞാൻ ഇവിടെ ഉണ്ട്, വന്ന് എന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴത്തേക്ക് പറഞ്ഞു, പറ്റുമെങ്കിൽ നാളെ പോരാൻ പറഞ്ഞു. ഞാൻ അന്നേരപ്പം തന്നെ ഇരുന്നിട്ട് വലിയൊരു CMC അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ഞാൻ അറിയാവുന്ന വഴികളെല്ലാം നോക്കി. പല സ്നേഹിതരും മുഖേന വലിയൊരു ഹോസ്പിറ്റലിന്റെ നേഴ്സുമാർ മുഖേന നോക്കി. ഏതൊരു ഓപ്ഷനാണ് വേണ്ടത്? റാബിൻ സാർ എന്ന് പറഞ്ഞു. എനിക്ക് സാറിനൊന്നും അങ്ങനെ പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് ഇല്ല, പുള്ളി HOD ആണ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡാ, പുള്ളിക്ക് എടുക്കണമെങ്കിൽ 1 മാസം കഴിയും. ഇനി അല്ലാതെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയുള്ളൂ, അത് നിങ്ങൾ രാവിലെ വന്നാൽ നേരിട്ട് വന്നത് നിങ്ങൾക്ക് അപ്പോയിന്റ് എടുക്കും. കാരണം പുള്ളിക്ക് തിങ്കളാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി പറയുന്ന ഒരു തിങ്കളാഴ്ച വൈകുന്നേരമാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ ഇനി അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. പിറ്റേ ദിവസം രാവിലെ ഈ സാറിനെ വിളിച്ചു, എവിടായി? ഞാൻ പറഞ്ഞു സാറേ പോകുന്നില്ല. എന്താ കാര്യം? ഞാൻ പറഞ്ഞു സാറിന് അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ല, ഞാൻ അടുത്ത ആഴ്ച. വിളിച്ചു പറഞ്ഞു ഞാനല്ലേ, എന്റെ അപ്പോയിന്റ്മെന്റിന് ആരെയാണ് നോക്കുന്നത്, നേരിട്ട് കയറി വരാൻ പറഞ്ഞു. പിന്നെ ഒന്നും പഠിച്ചിട്ട് അടുത്ത വണ്ടിക്ക്, കിട്ടിയ വണ്ടിക്ക് ഞാനും എന്റെ പെങ്ങളും പപ്പയും കൂടെ നേരെ കയറി പോയി. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴും ആർക്കെങ്കിലും അറിയാമെങ്കിൽ അറിയാം, വലിയൊരു CMC ഓടിച്ചെന്ന് ആർക്കും കയറാൻ പറ്റില്ല. സെക്യൂരിറ്റിമാരുടെ കളിയാണ്. എവിടെ പോയെങ്കിലും ടാഗ് വേണം, കാർഡ് വേണം, അത് വേണം, ഇത് ഒന്നും കയ്യിലില്ലാതെ പറ്റില്ല. അവർ പറഞ്ഞു ആദ്യം പോയി നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് എന്റെ അപ്പോയിന്റ്മെന്റ്, എനിക്ക് ഇന്ന ഡോക്ടറെ കാണാം പറഞ്ഞു. അത് പ്രൈവറ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കണം. പ്രൈവറ്റ് അപ്പോയിന്റ്മെന്റ് 1000 രൂപ കണ്ട. എല്ലാ പേപ്പർ വർക്കും ചെയ്ത് അവസാനത്തെ കൗണ്ടർ നിൽക്കുമ്പോൾ സാറിന് വിളിച്ചത്, ജിനേഷ് എവിടെ, ഇതുവരെ എത്തിയില്ലല്ലോ. ഞാൻ സാറ് താഴെ ഉണ്ട്, എപ്പോഴാ വന്നത്? ഇന്നത്. ഡോക്ടർമാരൊക്കെ ഇല്ല, അവർ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യേണ്ടത് ഞാൻ വിളിക്കാത്തതാ. പറഞ്ഞു എന്റെ ജിനേഷ് ഇവിടെ വരുമ്പോ എന്നെ വിളിക്കണ്ടായിരുന്നോ, ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ഇന്ന സ്ഥലത്ത്. ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം താഴെ ഇറങ്ങി വന്ന്, ഞാൻ പറഞ്ഞു സാറേ എന്റെ ഒരു ടാഗ് ഒന്നുമില്ല, അതുകൊണ്ടാണ്. പുള്ളി നേരിട്ട് വന്ന് എന്നോട് പറഞ്ഞു വരാൻ പറഞ്ഞു. സാറിന്റെ കൂടെ കയറി പോയപ്പോൾ എല്ലാവരും സാറിനെ റെസ്പെക്ട് ചെയ്യുന്ന ആ റെസ്പെക്റ്റിൽ ഞാൻ സാറിന്റെ കൂടെ കയറിപ്പോയി. ഒരു ടാഗും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ കൗണ്ടറിൽ കൊണ്ട് ഇരുത്തി MR കൊണ്ട് ചെന്ന് അവിടെ ഇരിക്കുന്ന സ്റ്റാഫിനോട് പറഞ്ഞു, ഈ ദേവദാസിന് വേണ്ട എല്ലാ, ഈ പേഷ്യന്റ് അല്ല, എന്നെ അന്ന് മുതൽ എന്നെ ദേവദാസ് എന്ന് വിളിക്കുന്നത്, ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ പേപ്പർ വർക്കും പോയി ചെയ്യാൻ പറഞ്ഞു. ഞാൻ സാറേ എന്റെ എല്ലാം കഴിഞ്ഞു. കൊടുത്തപ്പം പറഞ്ഞു, ഇത് നിങ്ങൾ പേയ്മെന്റ് ചെയ്തില്ലേ? ആ പ്രൈവറ്റ് അപ്പോയിന്റ്മെന്റ് എടുത്തു 140 രൂപയുടെ ലോക്കൽ ജനറൽ അപ്പോയിന്റ്മെന്റ് ആക്കി എനിക്ക് അത് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം പറഞ്ഞു, പിന്നെയുള്ള കാര്യങ്ങളെല്ലാം സാറ് ലീഡ് ചെയ്തേ. അവിടുത്തെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണോ അവിടെ സാറിന്റെ ഒരു കോള് ചെല്ലും. ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോയി എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ബക്കേരി, ജിനേഷിന്റെ ബക്കേരി ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോകായിരുന്നു. ഞാൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഈ സത്യ സുവിശേഷം ഈ തിരുവചനം എടുത്ത് ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ലജ്ജിക്കത്തില്ല. എനിക്ക് നിന്ദിക്കാനോ അല്ലെങ്കിൽ പരാതി പറയാനോ എനിക്ക് ഒരിക്കലും ഒരു അവസരം ദൈവം തന്നിട്ടില്ല. ഞാൻ അതുകൊണ്ടാ പറഞ്ഞേ, പരാതിപ്പെടാനുണ്ട് കുറെ കാരണങ്ങൾ, അത് മാനുഷികമാണ്. പക്ഷെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താൽ, ആ പാട്ട് പറഞ്ഞിട്ട് ദൈവം ചെയ്ത ദാനങ്ങളെ ഓർത്താൽ അവൻ നന്മയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. എന്തോ ഒരു ഉപകാരം ചെയ്തെന്ന് എനിക്ക് എണ്ണാനും പറ്റത്തില്ല. അതുപോലെ ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, റാബിൻ സാറ് കൂടെ ഉണ്ടായിരുന്ന PG പഠിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർമാര്, ജൂനിയർ ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞ കാര്യമുണ്ട്, വി ആർ നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, ഹി ഈസ് എ മിഷണറി വർക്കിംഗ് ഇൻ നോർത്ത് ഇന്ത്യ, എസ്പെഷ്യലി ഇൻ ബീഹാർ. നമ്മള് എല്ലാ സുഖസൗകര്യങ്ങളും ജീവിക്കും, ഇവർ സുഖസൗകര്യങ്ങളെല്ലാം വിട്ട് കർത്താവിന് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ അധ്വാനിക്കുന്നവരാ. ഈ ദേവദാസന്റെ മുമ്പിൽ നമ്മളാരും ഒന്നും അല്ലാന്ന്. ആ പറയുന്ന ദേവദാസൻ ഒരു വിശ്വാസിയാണ്, ആ ഡോക്ടർ ഒരു വിശ്വാസിയും കൂടെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓർത്ത് കർത്താവ് ഈ സുവിശേഷത്തിന് ഇത്രയും വലിയ മഹത്വമോ? കാരണം നമ്മളാരും പ്രതീക്ഷിക്കുന്നല്ല. ആ ഹോസ്പിറ്റലിലെ അതിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ അവർ നമ്മുടെ മുമ്പിൽ ഒന്നും അല്ലെന്ന്. അപ്പൊ ദൈവത്തിന്റെ വേല അതെന്നെ കൂടുതൽ പേരുണ്ട്. ഞാൻ ഇറങ്ങിയത് ഒരു തെറ്റായ മാർഗമല്ല. ഒരുപക്ഷെ നാട്ടുകാരും വീട്ടുകാരുടെ എല്ലാം മുമ്പിൽ ഞാൻ പെട്ടെന്നൊരു തീരുമാനം, എന്റെ ഒരു ചാടിയെടുത്തൊരു തീരുമാനമായിരിക്കാം. പക്ഷെ അത് ഞാൻ എടുത്തല്ല, എന്റെ ദൈവം എന്നെ കൊണ്ട് എടുപ്പിച്ച തീരുമാനമാണെന്നുള്ള ഉറപ്പ് എനിക്ക് അവിടുന്ന് വീണ്ടും കിട്ടി. ഞാൻ അവിടുന്ന് ട്രീറ്റ്മെന്റുകളെല്ലാം കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ എന്റെ ടെസ്റ്റുകൾ കുറെ കഴിഞ്ഞു. ടെസ്റ്റുകൾ കഴിഞ്ഞപ്പം ആ സാർ എന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ജിനേഷ് സർജറി ചെയ്യണം, സർജറി ചെയ്താൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, തലയ്ക്കകത്തുള്ളതല്ലേ, ആ സർജറിയിലൂടെ നമുക്ക് അവിടുന്ന് എന്റെ വായിലുള്ള ഈ പല്ലിന്റെ ഇവിടം മുതൽ ഇങ്ങോട്ടുള്ള പല്ലുകളെല്ലാം എടുക്കണം. ആ പല്ലുകൾ ഏകദേശം 8 പല്ലെടുക്കണം. 8 പല്ലുകൾ എടുത്താൽ മാത്രം പോരാ, അവിടുത്തെ മോണയും അതിനോട് ചേർന്ന് മേലെണ്ണാക്കും എടുക്കണം. ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ജിനേഷിന്റെ ഫ്യൂച്ചറിൽ ജിനേഷിന് സംസാരിക്കാൻ പറ്റില്ല. ഒന്ന്, സംസാരശേഷി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, കേൾവിശക്തിയെ ബാധിക്കും, കാഴ്ചശക്തിയെ ബാധിക്കും, സ്മെല്ല് അതെല്ലാം ബാധിക്കും. ഇതിന്റെ കാരണം എന്താ വെച്ചാൽ തലയ്ക്കകത്ത് ഒരു പാർട്ട് എടുത്തു കളയും. ഒരു ഓപ്പറേഷൻ ചെയ്യുവല്ല, ഒരു പാർട്ട് എടുത്തു കളയുവാണ്. അത് റിക്കവറായി വരത്തില്ല. വളരെ നാരോ വെയിനുകൾ കുറെ കട്ടായി പോകുന്നു. അതൊക്കെ ലിറ്ററലി സത്യമാണ്. ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞപ്പം അതാ ഞാൻ പറഞ്ഞ, പലപ്പോഴും മാനുഷികമായി ചിന്തിക്കുമെങ്കിലും ദൈവം ബലപ്പെടുത്തുമ്പോൾ മാനുഷികത എപ്പോഴും കാറ്റി പറന്നു പോകാറേ ഉള്ളൂ. അവിടുന്ന് സാറിന്റെ വാക്ക് കേട്ടോണ്ട് പെട്ടെന്ന് എനിക്ക് സങ്കടം വന്നു. ഞാൻ പറയും, സാറേ ഞാനൊരു സുവിശേഷനാ, തൊഴിലാളിയാ, എനിക്ക് പ്രസംഗിക്കാനോ എന്റെ ശബ്ദം വായിന്ന് വരുന്നില്ല, പിന്നെ എനിക്ക് എന്തിനാ ഈ ഓപ്പറേഷൻ, എനിക്ക് ഓപ്പറേഷൻ വേണ്ടാന്ന്. അദ്ദേഹം ഒരു വിശ്വാസി ആയതുകൊണ്ട് അദ്ദേഹം എടുത്ത
പറഞ്ഞു, ജിനേഷെ മെഡിക്കൽ സയൻസാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ ഞാൻ ജിനേഷ് സേവിക്കുന്ന ഒരു ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ആ സാറിന്റെ അതാ പറഞ്ഞു, എവിടെ ഞാൻ ഞാൻ സ്ട്രോങ് ആണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഒരുവിധപ്പെട്ട പ്രശ്നത്തിന് മുമ്പിൽ ഞാൻ തളരാറില്ല. അഥവാ ഞാൻ വീക്കായ ഉടനടി എനിക്ക് എന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവം ആരെങ്കിലും ആക്കും. ഞാൻ പറഞ്ഞതിന് മുമ്പ് പിന്നെയായിട്ടും ഓരോരുത്തരും ദൈവം ഉപയോഗിച്ചു. അവിടെ എന്നെ ബലപ്പെടുത്തിയത് റാബിൻ സാറിന്റെ വാക്കാണ്. ഞാൻ സാറെ ധൈര്യമായിട്ട് ഫോർവേഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഫോർവേഡ് ചെയ്തു. ഓപ്പറേഷന്റെ കാര്യങ്ങളെല്ലാം ആയി. എന്നോട് ചോദിക്കുകയാണ് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്, ENT ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്നു, ഈ എങ്ങനെ ചെയ്യും സർജറി, എങ്ങനെയാണ്, എന്തൊക്കെയാണ്. ഞാൻ പറഞ്ഞു ഇന്ന ആള്, ഞാൻ ഇന്ന ആള്, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു 2 രീതിയിലാണ് ഞങ്ങൾ സർജറി ചെയ്യുന്നത്. 7.5 ലക്ഷം രൂപയാണ് ഒരു മേജർ സർജറി. ഈ മുഴുവൻ പല്ലും, ഈ 8 പല്ലും എടുത്ത് മാറ്റും. അത് ദന്തൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, നമ്മുടെ വായില് 2 അപ്പർ കേസ് ആൻഡ് ലോവറിലുള്ളത്, അപ്പറിലും ലെഫ്റ്റ് റൈറ്റ്, ലോവർ ലെഫ്റ്റ് റൈറ്റ്, ഇതിന്റെ നമ്മൾ 1/4 നമ്മൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നീട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വെക്കാൻ സിമ്പിൾ ആണ്. നമ്മളൊരു കുറച്ച് ഭാഗമായിട്ട് എടുത്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് വെക്കാൻ പാടാണ്. പല്ല് മാത്രം എടുത്താൽ നമുക്ക് ഒരു പല്ലും അതിന്റെ മോണയിൽ വെക്കാം, പക്ഷെ ഒരു അല്പം മോണയും പല്ലും ദശകളും എടുത്ത് കളഞ്ഞാൽ അവിടെ പിന്നെ വേറൊരു ക്രയോവെക്ടറി ചെയ്യലും പാടാണ്. അതുകൊണ്ട് എപ്പോഴും സ്യൂട്ട് ഇതാണ്, ഈ 8 പല്ലെടുത്ത് കളയുക. അങ്ങനെയാണ് നമ്മൾ ഭാഗമാണ് വെക്കാം. അപ്പം ഞാൻ പറഞ്ഞു, അവർക്ക് പറയാൻ തന്നെ രസം, നമ്മൾ പേപ്പറിൽ ആൻവാസിൽ ചിത്രം വരയ്ക്കുന്ന ഒരു കഥ പറയുന്നത് ഞാൻ 7.5 ലക്ഷം, മറ്റതിന് 4 ലക്ഷം, ഏത് വേണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞത് രണ്ടിനും എന്റെ 10 പൈസയില്ല, പക്ഷെ ദൈവം എനിക്ക് തരുന്ന പോലെ ഞാനത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ ടെസ്റ്റ് മണിയും കാര്യങ്ങളെല്ലാം അവർ എഴുതിയെടുത്തു, മിഷന്റെ കാര്യങ്ങളെ കുറിച്ച് കേട്ടു. അന്ന് അവിടെ ദൈവം എനിക്ക് വേണ്ടി ഉപയോഗിച്ച മറ്റൊരു ഡോക്ടറാണ് ഡോക്ടർ ഫിന്നി. അതായത് ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ ഇന്നും ഉള്ള ഡോക്ടർ ഫിന്നി ജേക്കബ്, ഫിലിപ്പ് ഫിന്നി. ആ ദേവദാസൻ എനിക്ക് വേണ്ടിയിട്ട് വെല്ലൂർ CMCയിൽ അദ്ദേഹത്തിന് കഴിയാവുന്നതിന്റെ അങ്ങേയറ്റം എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു ദേവദാസനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്കവിടെ പല വഴികളും ഡയറക്റ്റ് എൻട്രി ആയിരുന്നു. അത് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് എന്താ പറയണ്ടേ, അദ്ദേഹത്തെ മറക്കില്ല. ഞാൻ എന്നും അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന കഴിവ് സമയാസമയങ്ങളിൽ അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രതിഫലം ഉറപ്പാണ്. ആ ദേവദാസൻ എനിക്ക് ചെയ്യാൻ എനിക്ക് അവിടെ ലഭിച്ചു. അവിടെ ഞാൻ ചെന്ന് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതാക്കി എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അടുത്തൊരു ഡേറ്റ് തന്നു. 2018 മാർച്ച് 8-ാം തീയതി എനിക്ക് എന്റെ സർജറി ഡേറ്റ് തന്നിട്ട് എന്നെ വിട്ടവിടുന്നു. ഇത് നടക്കുന്നത് ഫെബ്രുവരി ലാസ്റ്റിലാണ്. ഞാൻ തിരിച്ചവിടെ വരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ 6-ാം തീയതി വന്നിട്ട് അഡ്മിറ്റ് ആകണം. ഞാൻ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ ഒരു 3.5 ലക്ഷം രൂപ കരുതണം എന്ന് പറഞ്ഞായിരുന്നു. 3.5 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് 1,75,000 രൂപ കരുതിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇമ്മാനുവൽ ലോഡ്ജിലാണ് വന്ന് ലോഡ്ജ് എടുത്ത് താമസിക്കുന്നത്. അവിടെ എത്തുമ്പോഴത്തേനും പറഞ്ഞ് ഏകദേശം 1 ലക്ഷം രൂപ കരുതിയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി. സർജറിക്ക് അന്ന് രാവിലെ 8-ാം തീയതി രാവിലെ 6 മണിയായപ്പോൾ എന്നെ കൊണ്ടുപോയി എന്റെ താടിയും വീശി എല്ലാം ഷേവ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കൊണ്ടുപോയി എന്നെ അനസ്തേഷ്യ റൂമിലേക്ക് കൊണ്ടുപോയി. അനസ്തേഷ്യ തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹം. ഞാൻ പറഞ്ഞു, കഴിവിന്റെ പരമാവധി ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ, എന്നെ പുറമെ സർജറിയിൽ ഈ 5 സർജറി എന്റെ വായിക്കാത്തത് ഒറ്റ സർജറി പുറമെ ചെയ്തില്ല. എല്ലാവരും പുറമെ ചെയ്യുമെന്നും പറഞ്ഞാൽ തുടങ്ങുന്നെങ്കിലും ചെയ്തു വരുമ്പോൾ ദൈവം അവർക്കുള്ള കൃപ കൊടുത്ത് വായിക്കാത്തോളം ചെയ്തു. അതുകൊണ്ട് പുറമെ ഒരു സർജറി ഇല്ല. പിന്നെ വന്നിട്ടും പോയിട്ടും മുഖത്തിന്റെ ഈ ഒരു ഭാഗമായിട്ട് ചളിങ്ങിയിട്ടുണ്ട്. അത് സാരമില്ല, പ്രായത്തിന്റെ എന്നാണ് ആൾക്കാർ വിചാരിച്ചോളൂ. എനിവേ ആ സർജറിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അകത്തേക്ക് കയറ്റി എന്റെ ആഗ്രഹം പറഞ്ഞു, വി വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. താങ്ക് യു. അനുസരിച്ച് തന്നു. പാതി മയക്കത്തിൽ ഞാൻ മയങ്ങി. പക്ഷെ ആ സമയത്ത് ദൈവം നടത്തിയൊരു ഒരു അത്ഭുതമോടെ നടന്നു. എനിക്ക് അവർ അതുവരെ എന്നോട് പറഞ്ഞ സർജറിയുടെ കാര്യം 4 ലക്ഷം രൂപയുടെ സർജറിയാണ്. അതിനാണ് ഈ പൈസയുടെ കാര്യങ്ങൾ അവർ പറഞ്ഞാക്കി. അവസാനം എന്റെ വീട്ടിൽ നിന്ന് എന്റെ പെങ്ങൾ വീട്ടിൽ വന്ന് 50,000 രൂപയുടെ കെട്ടിവെക്കുകയും ചെയ്തിട്ടാണ് എന്റെ സർജറി ആരംഭിക്കുന്നത്. പക്ഷേ എന്റെ സർജറിയുടെ തൊട്ട് മുമ്പ് ഡോക്ടർമാർ അത് എന്നോട് പറഞ്ഞു, സുരേഷ് ഡോക്ടറാണ് ENTയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ, രാജീവ് മൈക്കിൾ സാറായിരുന്നു എന്റെ മെയിൻ ഹെഡ്. അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന സുരേഷ് സാറും കൂടെ ഉണ്ടായിരുന്നു ടീമിൽ. അവര് ENT അതായത് ത്വക്കിന്റെ ഡോക്ടർ, എല്ലിന്റെ ഡോക്ടർ, കഴുത്തിന്റെ ഡോക്ടർ, പല്ലിന്റെ ഡോക്ടർ, ഇങ്ങനെ 4-5 ഡിപ്പാർട്ട്മെന്റായിട്ട് ഏകദേശം 16ഓളം ഡോക്ടർമാരുണ്ട്. അനസ്തേഷ്യ ഒത്തിരി ഉണ്ടല്ലോ, ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്. അതില് ഇവരെല്ലാവരും അത് ടീമാണ്. അവരുടെ ടീം സീനിയർ, ജൂനിയർ, HOD എല്ലാം ഉള്ളതുകൊണ്ട് അതിന്റെ ടീമിൽ ഒരു ആരുടെ മുഖേന, അത് വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പോയി ചെക്ക് ചെയ്തപ്പം എന്റെ ട്രീറ്റ്മെന്റിന് ആവശ്യമായ പണം, അതായത് ഈ 1/4 റിമൂവ് ചെയ്യാനുള്ള പണത്തിന് കുറച്ച് പൈസയുടെ കുറവുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുന്നുള്ള ചോദ്യം വന്നപ്പം ഈ ടീം, എന്റെ ഡോക്ടേഴ്സ് ടീം ഒരു തീരുമാനമെടുത്തു, എനിക്ക് അവർ ഫ്രീ ആയിട്ട് ചെയ്യാം. അവർ ഫ്രീ ആയിട്ട് ചെയ്തപ്പം അതിനകത്ത് അനസ്തേഷ്യ ഡോക്ടർ മാത്രം എന്റെ എന്റെ ഡിസ്ചാർജ് ബില്ല് സമ്മറി വന്നു. അതിനകത്ത് ബില്ലിനകത്ത് അനസ്തേഷ്യ ഡോക്ടറിന്റെ 8,000 രൂപ അല്ലാതെ ഒറ്റ ഡോക്ടേഴ്സ് എന്റെ സർജറി ചാർജ് വന്നിട്ടില്ല അതിനകത്ത്.
അങ്ങനെ എനിക്ക് ആ കാര്യം കൺഫേം ആയത്. ഇങ്ങനെ എഴുതി, അവരാരും ചെയ്തില്ല. അതുകൊണ്ട് എന്ത് വന്നു വെച്ചാൽ എന്റെ ട്രീറ്റ്മെന്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് 7 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് വിത്തൗട്ട് ഒരു ചെലവുമില്ലാതെ അവിടുന്ന് 50,000 രൂപ കെട്ടിവെച്ച് ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അവിടുന്ന് ഇറങ്ങുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് 36,000 രൂപയെ ചെലവായിട്ടുള്ളൂ ഹോസ്പിറ്റൽ സർജറിക്ക് വേണ്ടി. പക്ഷെ അതേസമയം ഇത്രയും ദിവസങ്ങൾ കിടന്ന് ഇമ്മാനുവൽ ലോഡ്ജിന്റെ വാടകയുണ്ട്, പോക്കുവരവുണ്ട്, വണ്ടി വിളിക്കുന്നതിന്റെ ഉണ്ട്, 4 പേര് 5 പേര് ഹോസ്പിറ്റലിൽ അവിടെ താമസിക്കുന്നുണ്ട്, 3-4 ദിവസം താമസിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് കഴിഞ്ഞ മരുന്നുകളുണ്ട്, എന്നിത്യാദി ചെലവുകൾ വേറെ വരുന്നുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞ സർജറിയുടെ എമൗണ്ട് എനിക്ക് 37,000 രൂപ, 40 രൂപ താഴെയായുള്ളൂ. അത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ്. അങ്ങനെ തുടങ്ങിയാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിന് എനിക്ക് ചെലവ് 40,000 രൂപ അവിടെ ആയുള്ളൂ. അങ്ങനെ നോക്കിയാൽ മൊത്തം ഈ കഴിഞ്ഞ 8 വർഷം കഴിഞ്ഞിപ്പം 2018 ഇപ്പൊ 2026 8 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഏകദേശം 16 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് 16 ലക്ഷത്തിൽ നിന്ന് 1 രൂപ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയില്ല. എന്റെ വീട്ടുകാരുടെ പുരാതന സമ്പത്തിൽ നിന്ന് എടുത്തിട്ടില്ല. സ്വർഗത്തിൽ ദൈവം എനിക്ക് തന്നു. എനിക്ക് വേണ്ടി ഡോക്ടർമാരെ എഴുന്നേൽപ്പിച്ചു. എനിക്ക് വേണ്ടി പരിചയമുള്ളവരെയും പരിചിതരില്ലാത്ത അപരിചിതരെയും പലരെയും ഉപയോഗിച്ച് എന്റെ മിഷൻ എന്റെ കൂടെ നിന്നു. മിഷനിലൂടെ പരിചയമുള്ളവർ എന്നെ ഹെൽപ്പ് ചെയ്തു. എന്റെ കൂടെ കോളേജിൽ പഠിച്ച, സ്കൂളിൽ പഠിച്ച, എന്റെ കൂടെ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ച പിള്ളേർ അറിഞ്ഞു കേട്ടവര് അവരടക്കം എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ ആരോടും ചോദിച്ചില്ല, ഒറ്റ മനുഷ്യൻ. അവരെല്ലാം ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ ജിനേഷ് നീ ഒരു വാക്ക് പറയാത്ത എന്തായിരുന്നു? ഞാൻ പറഞ്ഞു, നിന്നോട് പറയാം, നീയാണ് എന്നെ ബീഹാറിലേക്ക് വിട്ടേ. ഞാൻ എന്തിനു നിന്നോട് പറയണം? നീ അറിഞ്ഞത് സത്യം. അത് അറിഞ്ഞിട്ട് അവർ ചെയ്യുന്ന എമൗണ്ട് ഒക്കെ കണ്ട് ഞാൻ എന്റെ കണ്ണ് തള്ളിപ്പോണ്ടേ. എനിക്ക് അടുത്ത ദിവസം എത്ര എന്റെ ആവശ്യം, ആ ആവശ്യം അതിന്റെ തലേദിവസം വേറൊരുത്തിനെ കൊണ്ട് തരും. ആരെവിടും തരുന്ന എനിക്കറിയത്തില്ല. എത്രയോ പേര് തന്നവർ എനിക്ക് ഇന്നും അറിയാത്തവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്റെ ട്രീറ്റ്മെന്റ് അവിടെ കഴിഞ്ഞു. അതിന്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയുന്നത്, 2ാം ഭാഗം.